السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العظيم. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, തികച്ചും അവിചാരിതമായിട്ടാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നത്. ഇന്ന് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ച പോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഹുദവി ഉസ്താദിന്റെ സൂറത്തുൽ ലുഖ്മാന്റെ ക്ലാസ് ആണ് തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷെ ഇന്ന് ഉസ്താദിന്റെ ഏളാമ മരണപ്പെട്ടത് കാരണമായി പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വന്നതാണ്. അപ്പൊ ഉസ്താദിനെ പ്രതീക്ഷിച്ച് വന്നവരാണെങ്കിലും വന്നത് വെറുതെ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞ് പിരിയാം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും നാം ചെലവഴിക്കുന്ന നിമിഷങ്ങളൊക്കെ അവൻ ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആ മരണപ്പെട്ടു പോയ മഹദിക്ക് അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സൂറത്തുൽ അസ്ർ വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ സൂറത്താണിത്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യവർഗം വലിയ നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ ഒഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശം നിർവഹിച്ച ആളുകളും ഒഴികെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്. ഈ സൂറത്തിനെ കുറിച്ച്, സൂറത്തുൽ അസ്റിനെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്യം, അത് സൂറത്തുൻ ലൗലം യൻസിൽ ഇലന്നാസി ഇല്ലാഹി ലകഫത്ഹും, അഥവാ
അള്ളാഹുവിന്റെ ഖുർആനിൽ ലോകത്തേക്ക് ഈ വൽ അസ്ർ സൂറത്തല്ലാതെ വേറൊന്നും ഇറങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഈ സൂറത്ത് തന്നെ മനുഷ്യകുലത്തിന്റെ ഹിദായത്തിനും ധാരാളമാണ് എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ സൂറത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നർത്ഥം. അതിന്റെ ലക്ഷ്യവും പ്രാധാന്യവും മനുഷ്യന്റെ ജീവിതം എങ്ങനെ ചെലവഴിക്കണം എന്നൊക്കെ ഈ സൂറത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നാഫിയായ ഇൽമ നമുക്കൊക്കെയും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ അസ്ർ എന്നാൽ കാലം എന്നാണ് അർത്ഥം. കാലത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാലത്തിലാണ്, അല്ലേ? ഇപ്പൊ ആ സംസാരിച്ച ആ നിമിഷം കഴിഞ്ഞില്ലേ? ഇപ്പൊ ഈ നിമിഷവും കഴിഞ്ഞു പോയി. നമ്മൾ സാധാരണ പറയില്ലേ, ഒരു ഒഴുകുന്ന പുഴയിൽ ഒരാൾക്ക് ഒരു വട്ടേ കുളിക്കാൻ പറ്റുള്ളൂ എന്ന്. മനസ്സിലായില്ല? രണ്ടാമത്തെ കുളിക്കുമ്പോൾ പുഴ മാറിയിട്ടുണ്ടാവും, വെള്ളം ഒഴുകിപ്പോയി അടുത്ത വെള്ളം വന്നിട്ടുണ്ടാവും. എന്ന പോലെ കാലം മാറിക്കൊണ്ടേയിരിക്കണം. അടുത്ത നിമിഷം സാധാരണ നമ്മൾ ഈ നിമിഷം എന്ന് പറഞ്ഞ ആ നിമിഷം പോലും ഇപ്പൊ കഴിഞ്ഞു പോയി, അത് നമ്മൾ ഇനി പിടിച്ചാൽ കിട്ടൂല. ഇപ്പൊ നമ്മൾ ഈ സമയങ്ങൾ ചെലവഴിക്കുന്നത് കാലത്തിലാണ്. നാം ജീവിക്കുന്നത് കാലത്തിന്റെ ഉള്ളിലാണ്. നാം സങ്കടങ്ങളും സന്താപങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് കാലത്തിലാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാലത്തെയും എല്ലാ സമയത്തെയും സന്ദർഭത്തെയും ഒക്കെ ഈ കാലം എന്നത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരാൾ ഇനി 1000 വർഷം ജീവിച്ചു എന്ന് നോക്കുക. ഒരാൾ 1000 വർഷം ജീവിച്ചു, അവസാനത്തെ ദിവസം അയാള് നല്ല ദോഷങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചത്. അവസാനത്തെ ദിവസം അള്ളാഹു അയാൾക്ക് തൗബ ചെയ്യാനുള്ള അവസരം കൊടുത്തു. അയാൾ തൗബ ചെയ്തു. ഇനി ഇയാൾക്ക് അനന്തമായ കാലം ഇയാൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലായിരിക്കും. അപ്പൊ ഇയാൾ 1000 കൊല്ലം ജീവിച്ചതിൽ ഏത് ദിവസമാണ് നിർണായകമായത്? അവസാനത്തെ ഒരൊറ്റ നിമിഷം. അപ്പോ മനുഷ്യൻ എത്ര കാലം ജീവിക്കുക എന്നതിലപ്പുറം ജീവിക്കുന്ന വർഷങ്ങളിൽ എത്ര ജീവിതങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനം. ഒരാൾ ഒരുപാട് കാലം ജീവിച്ചു, തെറ്റ് ചെയ്താ ജീവിച്ചു, പക്ഷെ അവസാന കാലത്ത് നന്നായി ജീവിച്ചു. ഒരാൾ ഒരുപാട് കാലം നന്മകൾ ചെയ്ത് ജീവിച്ചു, പക്ഷെ അവസാന കാലത്ത് മോശമായി പോയി, എന്നാലേ നഷ്ടമാണ്. മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി റളിയല്ലാഹു അൻഹു അവര് സിന്ധിലേക്ക് ഒരു മുസ്ലിം സംഘത്തെ ഒരു രാജാവിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞയച്ചതാണ്. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, നീതി പുലർന്നു. സിന്ധ് ഭാഗത്ത് ഇന്ന് നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തുള്ള ഒരുപാട് നാടുകളിൽ ദീനെത്തിയത് ഈ മഹാന്റെ ശ്രമഫലമായിട്ടാണ്. ഇദ്ദേഹത്തെ പറ്റി ചരിത്രത്തിൽ പറയുന്നത് 17ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. 17ാമത്തെ വയസ്സിൽ 2 വർഷമാണ് ഇന്ത്യയിൽ അദ്ദേഹം ജീവിച്ചത്. 2 വർഷം. അദ്ദേഹത്തെ കുറിച്ചാണ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം തിരിച്ചു പോകുമ്പോ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹൈന്ദവ സമുദായക്കാരൊക്കെ പറഞ്ഞു എന്നാണ്, തിരിച്ചു പോവരുതേ എന്ന് പറഞ്ഞു എന്നാണ്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. രാജാവിന്റെ കൽപ്പന കിട്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ ഇവര് പറഞ്ഞു തിരിച്ചു പോകരുത്. അങ്ങനെ ഇദ്ദേഹം പോയതിൽ സങ്കടം കൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് ആരാധിച്ചു. അത് ഇസ്ലാമിനെതിരാണ്, പക്ഷെ അവരുടെ മനസ്സ് കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. സൽസ്വഭാവം കൊണ്ടും നീതിയുണ്ട്. ഇദ്ദേഹം 17ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ വന്നിട്ട് 19ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു രാജാവ്. എന്നിട്ട് അവിടുന്ന് കൊല ചെയ്യപ്പെടേണ്ടായത്. ചരിത്രത്തിൽ ഇദ്ദേഹം ജീവിച്ച വർഷം 2 വർഷമാണ്. ചരിത്രത്തിൽ നാം അദ്ദേഹത്തെ കാണുന്നത് 2 വർഷമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ പല പ്രവിശ്യകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തൊക്കെ ദീന് പ്രചരിച്ചതിന്റെ ഒരു വലിയ പങ്കുള്ളത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ആ തലമുറകളിൽ അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്തപ്പെടുന്നതിന് ഈ മനുഷ്യന്റെ ഖബറിലേക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും. ജീവിച്ചത് 2 വർഷം. അപ്പൊ ഒരുപാട് കൊല്ലം ജീവിക്കുക എന്നുള്ള അപ്പുറത്ത് ജീവിക്കുന്ന കാലത്ത് നല്ല പോലെ ജീവിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ആയുസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു തരുന്ന ഓരോ നിമിഷങ്ങളും പുതിയ നിയമത്താണെന്ന് ചിന്തിക്കുക, പുതിയ നിയമത്താണെന്ന് ആലോചിക്കണം. ഇന്നലെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടല്ലോ ലോകത്ത്, അല്ലെ? ഇന്നും മരിച്ചു, നമ്മളിപ്പോ ഇവിടെ പറയും ചെയ്തു. അതിലൊന്നും നമ്മൾ പെട്ടിട്ടില്ലല്ലോ. നാളത്തെ കാര്യം നമുക്കറിയില്ല. ഈ നിമിഷം വരെ അള്ളാഹു നമുക്ക് ആയുസ് തന്നു.
അപ്പൊ ചെലവഴിക്കുന്ന ആയുസ്സുകളൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ജീവിച്ചത് എത്ര വർഷം? 63 വർഷം. അതിൽ തന്നെ ദഅവത്ത് നടത്തിയത് 23 വർഷമാണ്. പക്ഷേ ഖിയാമത്ത് നാൾ വരെ വെളിച്ചത്തിന്റെ കാരണം പുണ്യ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നല്ല ലോകത്തെ തന്നെ പടക്കപ്പെടാൻ കാരണം അവിടെ നിന്നാണ്. പക്ഷേ ദീനിന്റെ ദഅവത്ത് എന്ന രീതിയിൽ എടുത്തു നോക്കിയാൽ 23 വർഷം കൊണ്ടാണ് ഈ സമൂലമായ മാറ്റങ്ങളൊക്കെ ലോകത്ത് വരുത്തിയത്. അപ്പൊ ഒരുപാട് കാലം കിട്ടുക എന്നുള്ളതിനേക്കാൾ കിട്ടുന്ന കാലം നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഇദശ്തഗല നാസു ബികസ്റത്തിൽ അമൽ ഫശ്തഗിൽ അൻത ബിസഫ്വത്തിൽ അമൽ. അവസാന നാൾ വന്നാൽ ആൾക്കാർ ഒരുപാട് നന്മ ഇങ്ങനെ ചെയ്യാൻ നോക്കും. ചില ആളുകളുണ്ട്, കാര്യങ്ങൾ നന്മകൾ ഒരുപാട് ചെയ്യണ്ടാവും. പക്ഷെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫശ്തഗിൽ അൻത ബിസഫ്വത്തിൽ അമൽ, ചെയ്യുന്ന പണി നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാം. എന്താ ഇപ്പൊ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സജീവമായതുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്നു തോന്നുന്നു മുമ്പത്തെക്കാൾ, അല്ലേ? എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ വക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നാട്ടിലൊക്കെ ആർക്കെങ്കിലും പ്രയാസം നേരിട്ടാൽ അപ്പോഴേക്ക് മെസ്സേജുകൾ വരവായി വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും, പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾക്ക് അതിലൊക്കെ ഭാഗവാക്കാൻ കഴിയും. പക്ഷേ ഇതിന്റെയൊക്കെ സ്വഫത്ത് നഷ്ടപ്പെടുന്നത് എവിടെയാണ്? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിടയിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെക്കാൾ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ പാവപ്പെട്ട കുടുംബത്തിന് ചെക്ക് കൈമാറുന്നതോ അല്ലെങ്കിൽ വീടിന്റെ താക്കോൽ കൊടുക്കുന്നതോ വേറെ സ്ഥലത്തേക്കും ഫേസ്ബുക്കിലൊക്കെ അങ്ങോട്ട് പ്രചരിപ്പിക്കും. അപ്പോ അതിന്റെ ആ ഒരു പ്രതിഫലം നഷ്ടപ്പെട്ടു. എന്നാ ചെയ്യണ പണി എല്ലാവരും ചെയ്യുന്നുണ്ട്. 900 ഗ്രൂപ്പുകളുണ്ട്, എല്ലാവരും നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ കൽബ് നന്നാക്കിയിട്ട് രഹസ്യമായിട്ട് ആരുടെയും അഭിമാനം ധ്വംസിക്കാത്ത രീതിയിൽ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഈ പറയുന്ന അർത്ഥം. കുറെ ചെയ്തു കൂട്ടുക എന്നുള്ളതിനേക്കാൾ എന്ത് ചെയ്യുക? ചെയ്യണ പണി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സമയം എന്നുള്ളത്. അള്ളാഹു നമുക്ക് സമയം തന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജാ വജഅല ഫീഹാ സിറാജാ വഖമറൻ منيرا وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. അള്ളാഹു നമുക്ക് ഈ രാവും പകലൊക്കെ തന്നത് എന്തിനാണ്? അള്ളാഹുക്ക് ശുക്ർ ചെയ്യാനാണ്. ഒരു സമയം കിട്ടിയാൽ അതിൽ ശുക്ർ ചെയ്യാൻ കഴിയണം. നമ്മൾക്ക് ആയുസ് മനുഷ്യൻ അവസാനം പറയുന്നല്ലേ, എനിക്ക് ഒരു അല്പൊരായുസ് അള്ളാഹ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലത് ചെയ്തോളാം, സ്വതക്ക കൊടുത്തോളാം എന്നൊക്കെ പറയും. ആ ആയുസിന്റെ വില അത്രയാണ്. അതുകൊണ്ടല്ലേ ഈ വെന്റിലേറ്റർ ഒക്കെ ഉണ്ടായത്. ശരിക്ക് മനുഷ്യന് ഒന്നുകൂടി കെടുത്താൻ പറ്റുമെന്നുള്ള ശ്രമമാണല്ലോ ശരിക്ക്. ഒരു ശ്വാസത്തിന് നമ്മൾ എത്ര വില കൊടുക്കുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടറിനൊക്കെ നമ്മൾ വിചാരിക്കും എല്ലാവരും അള്ളാഹു സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് തന്ന ഓക്സിജൻ അല്ലേ ശ്വസിക്കുന്നത്. ഇത് കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര ബില്ല് കൊടുക്കേണ്ടി വരും? ICUലൊക്കെ കിടത്തുന്നതിന്, വെന്റിലേറ്ററിൽ കിടത്തുന്നതിനൊക്കെ എത്ര പൈസ ഈടാക്കുന്നുണ്ട് ഹോസ്പിറ്റലുകൾ. എന്നാൽ നമ്മൾ ഈ ശ്വസിക്കുന്നതിന് എന്തെങ്കിലും അള്ളാഹു വാങ്ങുന്നുണ്ടോ? ഇതെന്താക്കിയാൽ മതി? അള്ളാഹുവിന്റെ ഓർമ്മയുള്ള ദിക്റാക്കി മാറ്റിയാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോഴേ വിജയിക്കാൻ കഴിയുള്ളൂ. എന്നല്ല, അതുകൊണ്ട് നമുക്ക് വിജയിക്കാനും കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശുക്ർ 3 നിലക്കുണ്ട് എന്നാണ്. ശുക്ർ 3 നിലക്ക് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക. ഒന്ന് എങ്ങനെ? കൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട്. പടച്ചോനെ ഇതൊക്കെ ചെയ്തല്ല, റബ്ബിനെ അംഗീകരിച്ചിട്ട് അള്ളാഹു ആണല്ലോ അതൊക്കെ ചെയ്തു തന്നത്, ആ ഒരു ശുക്ർ. മറ്റൊന്ന് നാവ് കൊണ്ട് ശുക്ർ ചെയ്യാം. അതെന്താ? അൽഹംദുലില്ലാ എന്ന് പറയാം. അൽഹംദുലില്ലാ എന്ന് പറയാ, അള്ളാഹുവിനെ സ്തുതിക്കുക, നാവ് കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. മൂന്നാമത്തത് മനുഷ്യന്റെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾ കൊണ്ടൊക്കെ നല്ല അമലുകളൊക്കെ ചെയ്യാം. ഇത് മൂന്നും അള്ളാഹുവിനെ ശുക്ർ പ്രകടിപ്പിക്കുന്നതിന്റെ 3 രീതികളാണെന്ന് അള്ളാഹു ഈ 3 രീതി സമന്വയിപ്പിച്ച രീതിയാണ് എന്ത്? നിസ്കാരം. അല്ലേ? നിസ്കാരത്തില് ഹൃദയം കൊണ്ട് നിയ്യത്ത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അല്ലേ? പിന്നെ ഫാത്തിഹ ഓതുണ്ട്. പിന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും
അള്ളാഹുവിന് വേണ്ടി സുജൂദും റുക്കുവും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടിയ ഒരു രീതിയാണ് എന്ത്? നിസ്കാരം. അപ്പൊ നിസ്കരിക്കുമ്പോൾ ഇത് അള്ളാഹുവിനുള്ള ശുക്രാണെന്ന് ചിന്തിച്ചിട്ട് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരും ആരിഫീങ്ങളും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഖളാ വിട്ടായിരുന്നു. നമ്മളിപ്പോ രാത്രിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാള് രാത്രിയില് സ്ഥിരമായി ചൊല്ലുന്ന എന്തെങ്കിലും വിറുതുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേന്ന് ളുഹറിന്റെ മുമ്പായിട്ട് ചെയ്താൽ ഇത് ഖളാ വിട്ടിയ പോലെ അതിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പൊ നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സ്ഥിരമായി ചൊല്ലുന്നതും ഓതുന്നതുമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. മനുഷ്യന് ഫ്രീ ടൈം കിട്ടും. എന്നാൽ അതേ സമയത്ത് നമ്മൾ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ ഒക്കെ കഴിഞ്ഞാലാണ് നമ്മൾ ചിന്തിക്കുക, പഠിച്ചവൻ എന്നാ അത് ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ ഇബ്ലീസ് നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പല രീതികളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിസ്സാരമായി കളയരുത്. സ്ഥിരമായി ചൊല്ലുന്ന ഓതുന്ന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതെന്ത് ചെയ്യാ? വീണ്ടെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ സമയത്തെ കൂടി എന്ത് ചെയ്യും? ഉപയോഗപ്പെടുത്തിയ കൂലി അള്ളാഹു തരും. അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്കൊക്കെ തരട്ടെ. അപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രതിഫലം അള്ളാഹു തരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവര് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്റെ കൂടെ ഒരു സുമുഖനായ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. അയാളുടെ പ്രത്യേകത പകല് മുഴുവൻ അയാൾ നോമ്പ് നോൽക്കും. പകല് മുഴുവൻ നോമ്പ് നോൽക്കും, രാത്രിയിലൊക്കെ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഇയാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ ഉസ്താദ് ഇന്നി നിംതു അൻ വിർദിൽ ലൈൽ. ഇന്നലെ രാത്രി ഞാന് എന്റെ വിറുത്, എന്റെ സ്ഥിരമായി ചൊല്ലുന്ന കാര്യങ്ങളൊന്നും ചൊല്ലാതെ ഞാൻ ഉറങ്ങിപ്പോയത്. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സ്ഥിരമായി നിസ്കരിക്കാറുള്ള എന്റെ മിഹ്റാബ് അത് പിളർന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് സുന്ദരികളായ പെൺകുട്ടികൾ പുറത്തിറങ്ങി. അതിൽ നിന്ന് ഒരാള് വളരെ വൈരൂപ്യമുള്ള വിരൂപയായ ഒരു സ്ത്രീ ആയിരുന്നു. ആ വിരൂപിയായ സ്ത്രീയും ബാക്കിയുള്ളവരൊക്കെ നല്ല സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആർക്കുള്ളതാണ്? കൂട്ടത്തിൽ ഈ അല്പം കാണാൻ മോശമുള്ള ഈ സ്ത്രീ ആരാണെന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, നിന്റെ കഴിഞ്ഞുപോയ രാത്രികൾ, നീ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കരിച്ച, നീ സ്ഥിരമായി ചൊല്ലിയ വിറുതുകൾ മുടങ്ങാതെ ചെയ്തിരുന്ന രാത്രികളാണ് ഈ സുന്ദരികളായ സ്ത്രീകൾ. എന്നാൽ ഇന്നലെ രാത്രി നഷ്ടപ്പെടുത്തിയില്ലേ? ആ നഷ്ടപ്പെടുത്തിയതാണ് ഈ വിരൂപയായ സ്ത്രീ. ഈ രാത്രിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ നിനക്ക് ഈ ഭാഗ്യം നഷ്ടപ്പെടുമായിരുന്നു എന്ന് സ്വപ്നത്തിൽ ഇവർ പറഞ്ഞു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ വന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുത്ത് പ്രകാശമാനമായ അവസ്ഥയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയിൽ വേണം നമ്മൾ ജീവിക്കാൻ. എന്നല്ല ചെറിയ കാര്യങ്ങളെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്ലീസ് ഒരിക്കൽ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്നു. സക്കരിയ നബിയുടെ അടുത്ത് വന്നപ്പോ ഇബ്ലീസ് മനുഷ്യരെ പഴപ്പിക്കുന്ന ചില രീതികൾ പറഞ്ഞു കൊടുത്തു. ഇബ്ലീസിന്റെ ചില കൊളത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെന്താന്ന് വെച്ചപ്പോ പറഞ്ഞു, ഇത് മനുഷ്യൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും, മനുഷ്യന്റെ നഫ്സിന് ഇഷ്ടമുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങളാണിത്. ഇത് വെച്ചിട്ടാണ് ഞാൻ മനുഷ്യന്മാരെ പഴപ്പിക്കല് എന്ന് പറഞ്ഞു ഇബ്ലീസ്. അങ്ങനെ ഇബ്ലീസുമായി സംസാരിക്കാൻ പല പ്രവാചകന്മാർക്കും അള്ളാഹു അവസരം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഖൈറാണ്. നമുക്ക് ഏതായാലും സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല. ഡെയിലി സംസാരിക്കുന്നവരാണ് അല്ലേ? ഇബ്ലീസ് നമ്മളോട് സംസാരിക്കുന്നത്. അതാണ് നമുക്ക് ഹവാജിസ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ദുർപ്രേരണകളായിട്ട് വരുന്നത് എന്നാണ്. ഖന്നാസ് ഇബ്ലീസിന്റെ പ്രേരണകളാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. അള്ളാഹു കാക്കട്ടെ. നമുക്കതിന് മറുപടി പറയാം. ഒരു മനുഷ്യ ഉയർന്നാൽ ഇബ്ലീസിനെ കവച്ചു വെക്കാൻ കഴിയുന്നല്ലേ, പ്രതിരോധിക്കാൻ കഴിയുന്നല്ലേ. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞത്, ഉമർ റളിയല്ലാഹു ഒരു വഴിയിൽ കടന്നാൽ ഇബ്ലീസ് ആ വഴിയിൽ കൂടി വരില്ല, വേറെ വഴിയിൽ കൂടിയാ പോവാൻ. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഇന്ന പോട്ടെ, എന്നെ എപ്പോഴേലും ഇങ്ങനെ പഴപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറയോ പറ്റിയിട്ടുണ്ടല്ലോ എന്നാണ്. അത് എപ്പോഴാന്ന് ചോദിച്ചു. ഒരു ദിവസം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് നന്നായി വയറ് നിറച്ചാണ്ട് കഴിക്കാനുള്ള ഒരു പ്രേരണ അങ്ങോട്ട് തന്നു. അപ്പൊ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അന്ന് സ്ഥിരം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങി. ഇബാദത്തിനൊക്കെ കുറച്ചൊരു മടിയും ക്ഷീണവും ശരീരത്തിന് ഭാരമൊക്കെ തോന്നിയപ്പോ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങി. ആ ദിവസം ഞങ്ങളെ പഴപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തു നോക്കിയപ്പോ സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞു,
വല്ലാഹി അലയ്യ അല്ല അംല ബത്നി മിൻ തുആമിൻ അബദാ, ഇനി ഒരു ഭക്ഷണം ഞാൻ വയറ് നിറച്ച് കഴിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് മറുപടി പറഞ്ഞു, വല്ലാഹി അലയ്യ അല്ല അൻസഹ മുസ്ലിമൻ അബദാ, ഒരു മുസ്ലിമിന് ഇനി മേലിൽ ഞാൻ ഉപദേശം കൊടുക്കാൻ പോണില്ല. അപ്പൊ പിന്നെ ആർക്കും ഉപദേശം കൊടുത്തിട്ടില്ലേ? ആയത്തുൽ കുർസിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ഇല്ലേ? പഠിപ്പിച്ചു കൊടുത്തില്ലേ? അപ്പൊ ഇതിനെതിരല്ലേ? ഇബ്ലീസ് ഓൾറെഡി വാഗ്ദാനം ലംഘിക്കുന്ന ആളാണ്, പറഞ്ഞ് ഫലിപ്പിക്കാത്ത ആളാണ്, പറഞ്ഞ അതിനനുസരിച്ച് ചെയ്യാത്ത ആളാണ്. അപ്പൊ അത് ലംഘിക്കപ്പെട്ടു, അങ്ങനെ കൂട്ടിയാൽ മതി. വലിയൊരു ആബിദായ മനുഷ്യൻ മരണമാസന്നമായ സമയത്ത് കരഞ്ഞു. കരഞ്ഞപ്പോ ശിഷ്യരൊക്കെ ചോദിച്ചു, എന്തിനെങ്ങനെ കരയണതെന്ന്. അപ്പൊ പറഞ്ഞു, മാ തഅസ്സുഫി അലാ ദാരി അഹ്സാനിൻ, ഈ ദുഃഖങ്ങളുടെ വീടായ ദുനിയാവ് വിട്ടു പോണതിനൊന്നല്ല എനിക്ക് സങ്കടം. എനിക്ക് സങ്കടം എന്താ? ഞാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാതെ ഉറങ്ങിപ്പോയൊരു ദിവസത്തെ കുറിച്ചാണ് എനിക്ക് ഖേദമുള്ളത്. വയൗമിൻ അഫ്തർതുഹു, ഞാൻ അള്ളാഹുവിനെ വേണ്ടിയിട്ട് നോമ്പ് നോൽക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോയതിനെ കുറിച്ച് എനിക്ക് സങ്കടമുള്ളൂ. വസാഅത്തിൻ ഗഫൽതു ഫീഹാ അൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധനായിട്ട് ഞാൻ കഴിഞ്ഞ നിമിഷങ്ങളെ കുറിച്ച് എനിക്ക് സങ്കടമുള്ളൂ. നമുക്കൊക്കെ അങ്ങനത്തെ ദിവസങ്ങളല്ലേ കഴിഞ്ഞു പോയിട്ടുള്ളൂ. അള്ളാഹു നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരു വലിയ മുസീബത്താണ് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. പ്രത്യേകിച്ച് ഇവരൊന്നും ജീവിച്ചത്ര ആയുസ് ഇപ്പോ നമ്മളെ ജനറേഷന് കിട്ടണമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാലാണ്. എപ്പോഴാണ് നമ്മളെ ആയുസ് കഴിഞ്ഞു പോവാന്ന് നമുക്കറിയില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും തരട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മൾ ഓരോ സമയത്തും കെയർ ചെയ്യുന്നുണ്ടല്ലേ. റബ്ബ് എന്നാണ് അള്ളാഹുവിനെ കുറിച്ച്. റബ്ബ് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താ പറഞ്ഞത്? റബ്ബ് എന്ന് പറഞ്ഞ ഒരാളെ പടിപടിയായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്ന ആൾക്ക് പറയാം. നമ്മൾ റബ്ബത്ത് ബൈത്തുമാര് ഇവിടെ ഈ എന്താ പറയാ, ഈ ഹൗസ് വൈഫ് അല്ലെ, ഈ റബ്ബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പരിചരിക്കുന്ന ആളെന്നാണ്. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷണം കൊടുക്കുക. അള്ളാഹു നമുക്ക് ഓരോ സമയത്ത് ആവശ്യമുള്ള ശിക്ഷണം തരുന്നുണ്ട്. അത് നമ്മളും അള്ളയും തമ്മിൽ നല്ല ബന്ധമുള്ളതുകൊണ്ടാണ് റബ്ബ് എന്നുള്ള പ്രയോഗം ഉണ്ടായത്. പിന്നെ നമ്മൾ നിസ്കാരത്തിലേക്ക് കടന്നാൽ ആലോചിച്ചു, നിസ്കാരത്തിലേക്ക് കടന്നാല് പിന്നെ നിയ്യത്ത് വെച്ച് തക്ബീർ ചൊല്ലി, പിന്നെ എന്താ ഓതുന്നത്? വജ്ഹത്ത് ഓതുന്നല്ലേ. ഉറങ്ങുണ്ടോ വെക്കാനാ? അവിടെ നിർത്തണം. റബ്ബിൽ ആലമീൻ എന്താണ്? റബ്ബിൽ ആലമീൻ പറഞ്ഞില്ല. ഇനി അടുത്ത എന്താ ഓതുന്നെ? ഫാത്തിഹ ഓതിക്കോളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ. ഒന്നവിടെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇന്ന് അവിടെ ഒന്ന് സ്കിപ്പ് ചെയ്യായിരുന്നല്ലോ. പക്ഷെ ഇവിടെ എന്തെന്നെ പറഞ്ഞ റബ്ബിൽ ആലമീൻ. പോട്ടെ, റുക്കൂയിലേക്ക് പോയി. എന്താ ചെല്ലണത്? സുബ്ഹാന റബ്ബി അല്ലാഹ്. ഇനി ഇഅ്തിദാലിലെ റബ്ബന. വീണ്ടും സുജൂദില് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി. ഇരുത്തത്തില് റബ്ബി ഗഫിർലി. ഒക്കെ റബ്ബ് റബ്ബ്. എന്താ അള്ളാഹ്ക്ക് വേറെ വിശേഷണങ്ങളൊന്നുമില്ലേ? അള്ളാഹ് നമ്മളിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകണം. അതിനല്ലേ നിസ്കാരം തന്നത് പോലും. നിസ്കാരം ഈ സൂറത്തുൻ നാസിന്റെ തഫ്സീറിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഇത് മൂന്നും അള്ളാഹിനെ പറ്റിയിട്ടല്ലേ. റബ്ബിൻ നാസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ ശിക്ഷണം ചെയ്യണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ് തെർബിയത്ത്. അതിനാണ് അവിടെ റബ്ബ് എന്ന് പറഞ്ഞത്. കുട്ടികളോട് അവരുടെ രീതിയിലുള്ള തെർബിയത്ത് അള്ളാഹു അവർക്ക് ആവശ്യമുള്ള കൊടുക്കുന്നുണ്ട്. അടുത്തെന്താ പറഞ്ഞ? മലിക്കിൻ നാസ്. മലിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മലിക്ക് എന്ന് പറഞ്ഞാല് രാജാവ്. രാജാവ് എന്ന് പറഞ്ഞതായിരിക്കും യുവാക്കൾക്കാണ്. അവരെ പേരിൽ അധികാരം പ്രയോഗിക്കേണ്ടത്. കുട്ടിയാവുമ്പോ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ നല്ല പരിലാളന ലാളനയില് വന്നാലും കുട്ടി ഉഷാറായിക്കോളും. മലിക്കിൻ നാസ് എന്ന് പറഞ്ഞാൽ ഈ തണ്ടും തടിയൊക്കെയുള്ള ചെറുപ്പക്കാരെ മുമ്പില് അവരെ തെർബിയത്ത് ചെയ്യണമെങ്കിൽ അധികാരം പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് മലിക്കിൻ നാസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തെന്താ? ഇലാഹിന്നാസ്. അതെന്താ വെച്ചാല് 10-60 വയസ്സായി, ഇനി വിസ ഒന്നും അടിച്ചു തരൂല എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്നാണ്ട് പിരിച്ചുവിട്ട് പോയി. നമ്മളെ ചിന്തിക്കാണ്. പിരിച്ചുവിട്ടൊക്കെ പോയി നാട്ടിലെത്തി. ഇനിയിപ്പോ എന്താ പണി? 3 ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിന്റെ വരുമാനത്തിൽ നിന്ന് ഇങ്ങനെ ജീവിക്കും ചെയ്യാ. ഒരു മോന് ഇവിടെ ഉണ്ട്. പള്ളി കമ്മിറ്റിയിൽ എന്തെങ്കിലും ഒരു ഭാരവാഹിത്വം ആക്കി ഓരോ ഭക്തനും പള്ളിയിൽ പോകും. ഇപ്പൊ ഇയാൾക്ക് ആവശ്യം എന്താ പറയാ?
ആരാധിക്കാൻ ഒരു റബ്ബിനാണ് ആവശ്യം, ഒരു രാജാവിനല്ല, ഒരു കെയർ ചെയ്യുന്ന ആളൊന്നല്ല. എന്ത് വേണ്ടേ അറിയാം? ആരാധിക്കാൻ ഒരു ഇലാഹിനാണ് ആവശ്യം. അതുകൊണ്ടാണ് എന്ത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഈ മൂന്നവസ്ഥയിൽ അള്ളാഹ് നമ്മളൊപ്പമുണ്ട്. അള്ളാഹ് നമ്മളൊപ്പമുണ്ട്. നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് കടന്നാൽ അള്ളാഹു നമ്മൾക്ക് അതിനേക്കാൾ അടുത്ത് അള്ളാഹു നമ്മളടുത്ത് വരും. അള്ളാഹുവിന്റെ സാമീപ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. വൽ അസ്ർ, വൽ അസ്ർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം ഈ കാലം എന്ന് പറഞ്ഞാൽ കാലത്തെ പഴിക്കരുത് എന്നാണ്. കാലത്തെ പഴിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ ഒരു നശിച്ച കാലം അല്ലേ, അങ്ങനെ പറയില്ല, അങ്ങനെ പറയരുത്. അള്ളാഹു നമുക്ക് തന്ന സമയം നിയമത്തല്ലേ. ഈ നിയമത്ത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താത്തത് നമ്മളെ കുറ്റം. ഇപ്പൊ ഈ നേരത്തിന് ഇറങ്ങാതെ മനുഷ്യന്മാരെന്ത് ചെയ്യും? സാധാരണ നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ ചില ഉസ്താദ്മാരോട് കുട്ടികൾ പറയും, ചെറുശ്ശേരി ഉസ്താദിനൊക്കെ ആ ഒരു തമാശ ഉസ്താദ് പറയണം, അള്ളാഹു ഉസ്താദിന് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദ് ബസ് കിട്ടിയില്ല എന്നറിയാം, ഇന്നത്തെ ബസ് പോയി എന്നറിയാം. അപ്പൊ എന്താ പറയാ, ബസ്സിന്റെ സമയത്ത് ഇജ്ജ് പോയില്ല എന്നല്ല അതിന്റെ അർത്ഥമുള്ളത്. ബസ്സിന്റെ സമയത്ത് നമ്മൾ പോയിട്ടില്ല ബസ് സ്റ്റോപ്പിലേക്ക്, ബസ്സിനെ കുറ്റം പറഞ്ഞ ആരണ്ട ഇല്ല. കാലത്തെ പഴിക്കണ്ട, എന്ത് പറഞ്ഞാൽ മതി, നമ്മൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും അള്ളാഹു തന്ന സമയങ്ങളൊക്കെ നമുക്ക് എന്താണ്, നിയമത്താണ്. അത് കിട്ടാത്ത ആൾക്കാരെ പറ്റി ആലോചിച്ചാലാണ് പറ്റുള്ള. ആരോഗ്യം സമയം അല്ലെ, നിയമത്താനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്യഹത്തു വൽ ഫറാഗ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ കസേര നിസ്കാരം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രായം ഉണ്ടാവും. അതിന്റെ മുമ്പ് തന്നെ നന്നായിട്ട് നിസ്കരിച്ചോളി. അള്ളാഹു ജീവിതകാലത്ത് അള്ളാഹു തന്ന ആയുസ്സിൽ ഇങ്ങനെ ആരോഗ്യത്തോടെ നിന്നിട്ട് തന്നെ നിസ്കരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ബുദ്ധിമുട്ടിൽ കസേരയിൽ നിസ്കരിക്കുന്നവരെ കുറ്റം പറയുമെന്ന് വിചാരിക്കരുത്. കാരണം അതിങ്ങനെ വ്യാപകമായതുകൊണ്ട് പറയണം. കാരണം മനുഷ്യന്മാരെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് നേരത്തെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യമൊക്കെ തരട്ടെ. അത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ വൽ അസ്ർ എന്നുള്ള സൂറത്തിന്റെ തഫ്സീർ മഹാന്മാരിൽപ്പെട്ട ഒരാള് എന്താണ് ഇപ്പൊ ഇതില് സൂറത്തിൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ ആ മഹാൻ പറഞ്ഞത്, എനിക്ക് ഇതിന്റെ അർത്ഥം പഠിപ്പിച്ചത് ഒരു ഈ ഐസ് വിൽക്കുന്ന ആളാണ് ഇത് പഠിപ്പിച്ചത്. എന്താ ഐസ് വിൽക്കുന്ന ആൾ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറയണ്ട, ഇർഹമുമായി യദൂബ് റഅ്സുമാലിഹി. മനസ്സിലായ? റഅ്സുമാൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ, കച്ചവടത്തിന് കൊടുന്നച്ച സാധനം. സ്വന്തം മൂലധനം ഇങ്ങനെ ഉരുകിത്തീരുന്ന ആളായ എന്റെ വേല നിങ്ങൾ റഹ്മത്ത് ചെയ്യുമെന്ന് വിളിച്ചു പറയണ്ട. എന്താ അറിയോ, നിങ്ങളിപ്പോ വാങ്ങിയിട്ടില്ലെങ്കിൽ ഐസ് അലിഞ്ഞങ്ങോട്ട് പോകും, പിന്നെ വിൽക്കാൻ ഐസ് ഉണ്ടാവില്ല. അപ്പൊ ഈ മഹാൻ പറഞ്ഞു, ഓ ഹാദാ മാന ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇതന്നെ മനുഷ്യൻ നഷ്ടത്തിലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിമിഷങ്ങൾ ഇങ്ങനെ ഉരുകിത്തീരാണ്. ഇനി മൂലധനം ഉപയോഗിക്കാൻ തിരിച്ചു കിട്ടുമോ? ഇല്ല. ഇനി പുതിയൊരു ഐസ് ഉണ്ടാക്കി അത് വേറെ ഐസാണ്. അതായത് പുതിയ നിമിഷം കിട്ടിയാൽ അത് കഴിഞ്ഞു പോയതല്ല, അത് നമുക്ക് തിരിച്ചു കിട്ടുന്നുമില്ല. അപ്പൊ ജീവിതം എങ്ങനെ കഴിഞ്ഞു പോവാണ്. ഇതിന്റെ ഇടയിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനും അവനെയും അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരർത്ഥം വൽ അസ്ർ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അസ്ർ എന്ന് പറഞ്ഞാൽ അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. എന്താ, മനുഷ്യന്മാര് പൊതുവെ അവഗണിക്കുന്ന ഒരു നിസ്കാരമാണ്. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സുബ്ഹിയും അസ്റും നിസ്കരിച്ച സ്വർഗ്ഗത്തിൽ കടക്കുന്നു. കാരണം അത് രണ്ടും നിസ്കരിച്ചാൽ ബാക്കിയുള്ള നിസ്കരിക്കും. കാരണം അത് ഏറ്റവും പ്രയാസമുള്ള സമയമാണ്. അതുപോലെ മറ്റേ ഹദീസിലാണ് മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഇശാവും സുബ്ഹിയാണ്. അപ്പൊ അസ്ർ നിസ്കാരത്തിന് പറയാൻ കാരണം മനുഷ്യർ പൊതുവെ അവഗണിക്കണം. നമ്മളെ സംബന്ധിച്ച് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ പിന്നെ അങ്ങനെയൊക്കെയുള്ള ക്ഷീണിച്ച സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് വിചാരിക്കും. അപ്പൊ അതിന് ഒരു കെയർ ചെയ്യാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് വൽ അസ്ർ, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞത്. ഇമാം റാസി റഹിമഹുള്ള ഉൾപ്പെടെയുള്ള ഇമാം ഇസ്മായിൽ ഹക്കിയെ പോലുള്ള ഇമാം റാസിയെ പോലുള്ള ചില മുഫസ്സിറുകളൊക്കെ ഉദ്ധരിച്ച ഒരു സംഭവം കാണാം. മദീനയിൽ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു എന്നാണ്. ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തരൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്തു. അപ്പൊ വന്നപ്പോ ഈ സ്ത്രീ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, എന്താ പ്രശ്നം പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇന്ന സൗജി ഗാബ അന്നി, കുറച്ചു കാലം എൻ്റെ ഭർത്താവ് പുറത്തായിരുന്നു, ദീർഘമായ കാലം പുറത്തായിരുന്നു. ഫസനൈതു, അങ്ങനെ ഞാനൊരു ദുർബല നിമിഷത്തിൽ ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജാഅത്നി വലദും മിനസ് സിന, അങ്ങനെ വ്യഭിചാരത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായപ്പോ ഫഅൽഖൈതുൽ വലദ ഫീ ദന്നി മിനൽ ഖൽ, ഞാൻ സുർക്ക സൂക്ഷിച്ചു വെക്കുന്ന ഒരു ടിന്നുണ്ടായിരുന്നു വീട്ടില്, അതിൽ ഈ ചോര പൈതലിനെ എന്ത് ചെയ്തു, ഇട്ടു വെച്ചു. ഭർത്താവ് പറഞ്ഞാല് ബുദ്ധിമുട്ടല്ലേ, കുഞ്ഞ് അതിൽ കിടന്നിട്ട് മരിച്ചു. അതങ്ങനെ വെച്ച് അത് ഉൾപ്പെട്ട് അലിഞ്ഞു ചേർന്ന സുർക്ക ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തു, അങ്ങാടി കൊണ്ടുപോയി വിറ്റു. കാരണം ഇതിന്റെ ഒരടയാളം പോലും ഇവിടെ ബാക്കി വെക്കരുത്, ഭർത്താവ് വരുമ്പോഴേക്ക് ഇത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇനി എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇനി എനിക്ക് തൗബയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ സിന ഫഅലൈക റജം, ഇസ്ലാമിലെ ഹദ് നിയമം അനുസരിച്ച് എറിഞ്ഞു കൊല്ലണം നിങ്ങളെ. സിന ചെയ്തതിന്റെ പേരിൽ നിന്നെ എറിഞ്ഞു കൊല്ലണം, അതാണ് വിധി. എന്നാൽ കുട്ടിയെ കൊന്നതിനോ, അതിന് നിനക്ക് നരകമാണ് കാത്തിരിക്കുന്നത്. ഈ സുർക്ക കൊണ്ടുപോയിട്ട് വിറ്റതോ, അത് ഫഖദ് ഇർതകബ്തി കബീറ, ഒരു വലിയ വൻദോഷാണല്ലോ നീ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാണെങ്കിലും ശരി, ലാകിൻ വനൻതു അന്നകി തറക്തി സ്വലാത്തൽ അസ്ർ, ഇതൊക്കെ ചെയ്യാനുള്ള കാരണം നിങ്ങൾ അസ്ർ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ അടിസ്ഥാനത്തിലാകാം ഒരു പക്ഷേ അശ്ലീലങ്ങളോടുള്ള അഭിനിവേശം, ഈ മോശപ്പെട്ട കാര്യങ്ങൾ കാണാനും പിന്നെ അത് നോക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകൾക്കൊക്കെ ചില പണ്ഡിതന്മാർ അസ്ർ നിസ്കാരം വളരെ കൃത്യമായിട്ട് നിർവഹിക്കണം എന്ന് ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. അതൊരു പക്ഷേ ഇതായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പ്രയാസമുള്ള ആളുകൾ അസ്ർ നിസ്കാരം വളരെ കെയർ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം മറ്റു ദോഷങ്ങളിൽ നിന്നൊക്കെ തടയും. പ്രത്യേകിച്ച് ഈ അസ്ർ നിസ്കാരം ഇങ്ങനെയുള്ള വ്യഭിചാരവുമായും അശ്ലീലങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട തിന്മയിൽ നിന്ന് തടയുമെന്നാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു തിന്മയിൽ നിന്ന് വിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മറ്റൊരർത്ഥം വൽ അസ്ർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. അതെന്താ, നമ്മൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ അവസാനം വന്നിട്ട് കുറെ പ്രതിഫലം വാങ്ങി പോണ ആൾക്കാരാണ് അല്ലേ. ഒരു കൊല്ലത്തിൽ തന്നെ നമുക്ക് 1000 മാസത്തെ പ്രതിഫലം കിട്ടും. എപ്പോ ലൈലത്തുൽ ഖദർ ഉപയോഗപ്പെടുത്തിയാൽ. അങ്ങനെ ഒരാൾ ഒരു 100 കൊല്ലം 80 കൊല്ലോ 60 കൊല്ലോ ജീവിച്ചാൽ ഓരോ വർഷം അയാൾക്ക് കിട്ടുന്നത് 1000 മാസത്തെ പ്രതിഫലമാണ്. ഇങ്ങനെ അവസാനം വന്നിട്ട് നല്ല പ്രതിഫലം വാങ്ങി പോകുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന്. എന്നാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഒരു അനുഗ്രഹത്തെ അള്ളാഹു നമുക്ക് തന്നിട്ട് അത് ഉപയോഗപ്പെടുത്താതെ മരിച്ചു പോവാന്നുള്ളത് വലിയ നഷ്ടമാണെന്ന് അള്ളാഹു നമ്മളോട് പറയണം. അതുകൊണ്ടാണല്ലോ ഈ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ സൂറത്തിന്റെ തഫ്സീറിൽ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞിരുന്നു. ഈ ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട് ഈ ആയത്ത്, ഈ സൂറത്ത് 63-ാമത്തെ ആയത്താണ്. അതായത് ഒരു നഫ്സിനെയും ഒരാളെയും അള്ളാഹു അജലെത്തിയാൽ ആയുസ് എത്തിയാൽ ദുനിയാവിൽ ബാക്കി വെക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാക്കി വെക്കുകയാണെങ്കിൽ പുണ്യ നബിയെ അള്ളാഹു ഭൂമിയിൽ നിലനിർത്തരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 63 ഈ സൂറത്തിന്റെ നമ്പർ. അതുകൊണ്ട് 63-ാമത്തെ വയസ്സിൽ പുണ്യ നബി ലോകത്തോട് വിട പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊട്ടടുത്ത സൂറത്ത് ഏതാണെന്നറിയാം, സൂറത്ത് തഗാബുൻ. തഗാബുൻ എന്ന് പറയുന്നത് നഷ്ടം എന്നാണ്. നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. പുണ്യ നബിയുടെ ആ കാലഘട്ടം നമുക്ക് തന്നിട്ട് അള്ളാഹു അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ്. എന്നല്ല ഈ ഒരു അസുർ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം അസുറാണ്. അപ്പൊ ഇനി മഗ്‌രിബിൽക്ക് കുറച്ച് ദൂരമുള്ളൂ അല്ലേ, ഇനി ഒരു നബി വരാനും ഇല്ലല്ലോ. ഞാനും ഖിയാമത്ത് നാൾ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലവും ഖിയാമത്തും തമ്മിൽ ഇനി അധികം ദൂരമില്ല. നമ്മൾ അസുറായിട്ടുണ്ട്, ഇനി എന്തുള്ളൂ, അസ്തമിക്കാൻ അധികമൊന്നും കാലമില്ല. അതുകൊണ്ട് ഖുർആന്റെ ഇത്ര വിശാലമായ അർത്ഥങ്ങളാണ് ഒരൊറ്റ വൽ അസർ എന്നുള്ള പദത്തിൽ. എന്തൊക്കെ രഹസ്യങ്ങൾ അല്ലാഹു നമുക്ക് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു തന്നതും തരാത്തതും ഇനി അള്ളാഹുവിന്റെ അസ്റാറിൽ ഒളിപ്പിച്ചു വെച്ച എന്തൊക്കെയോ കാര്യങ്ങൾ. വൽ അസുർ കാലത്തെ തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, ആ കാലം ഏതാണ്? ഇനി അധികം കാലമില്ല. അതുകൊണ്ട് നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ. നിങ്ങൾ ആയുസ്സും ഈ ലോകമൊക്കെ അസ്തമിക്കാൻ പോവുകയാണെന്നുള്ള എൻ്റെ സൂചനയാണെന്ന്
മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ട് അല്ലാഹു നാഫിയായ ഇൽമ തരട്ടെ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എന്താ നിശ്ചയം മനുഷ്യവർഗം വലിയ നാശത്തിലാണ്. ഇവിടെ അറബ് ഭാഷയുമായി ബന്ധമുള്ളവർക്കറിയാം ഖുസ്ർ എന്നുള്ള നെക്കിറായിട്ടാ പറഞ്ഞത്. നെക്കിറായി പറഞ്ഞെന്ന് പറഞ്ഞാൽ അലിഫ്ലാമൊന്നും ഇല്ലാതെ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വലിയ നാശം, വലിയ നഷ്ടം വരാൻ, വലിയ നഷ്ടത്തിലാണ് മനുഷ്യൻ. ഇതിപ്പോ ഈ അബൂലഹബിനെ പോലുള്ള ആളുകൾ പുണ്യ നബിയെ പരിഹസിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ വലിയ നഷ്ടത്തിൽ. നമുക്ക് പല ആൾക്കാരെ പരിഹസിക്കാൻ തോന്നുന്നു അല്ലേ? ജീവിച്ചിരിക്കുന്ന അതുപോലെ മൺമറഞ്ഞു പോയ നമ്മുടെ മഹത്തുക്കളായ പല ആരിഫ്യങ്ങൾ ഉസ്താദുമാരൊക്കെ വളരെ ലളിത ജീവിതം നയിക്കും. വലിയ വീടുണ്ടാക്കിയിട്ടുണ്ടാവില്ല, ആഡംബരങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും നഷ്ടം തന്നെ അവർക്ക് ദുന്യാവില്. ഒന്ന് ഉഷാറായിട്ടൊന്ന് നടന്നാൽ എന്താ കിട്ടാൻ, എന്താ നഷ്ടമുള്ളത് എന്ന് വിചാരിക്കും. സത്യത്തിൽ ഇങ്ങനെ പരിഹസിച്ച് പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊക്കെ വലിയ നഷ്ടത്തിലാണ്, നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അതിന് അള്ളാഹു മറുപടി ഓർത്താണ് എന്താ പറയാ, ഈ അബൂലഹബും പരിഹസിക്കണ മുശ്രിക്കീങ്ങൾക്കൊക്കെ തന്നെയാണ് നഷ്ടം. ഇനി നഷ്ടമില്ലാത്ത കൂട്ടർ നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പല ആൾക്കാരെ തോന്നുന്നു ഖിയാമത്ത് നാളില് ഭീകരമായ അവസ്ഥ നേരിടും, മഹ്ശറിൽ ഭീകരമായ അവസ്ഥ നേരിടുമ്പോ മിഖ്ദാരി മീൽ എന്ന് പറഞ്ഞല്ലോ, സൂര്യൻ ഒരു ചാൺ മുകളിൽ അല്ലെ. മീൽ എന്ന് പറഞ്ഞാല് പണ്ഡിതന്മാര് പറഞ്ഞ മീൽ എന്നുള്ളതിന് സുർമക്കോല് എന്നൊരു അർത്ഥമുണ്ട്. സുർമക്കുപ്പിൽ സുർമക്കോല് ഇത്ര വലിപ്പുണ്ടാവും ഇല്ല. ആ സുർമക്കോലിന്റെ അത്ര മുകളില് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയം ആ സമയത്ത് പ്രയാസമൊന്നുമില്ലാത്തൊരു വിഭാഗം ഉണ്ടാവും. അതാരെന്നറിയാം? അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ. അപ്പൊ ഈ ദുന്യാവിൽ നിന്ന് പരിഹസിച്ച ആൾക്കാരിങ്ങനെ പറഞ്ഞു, ഇതിനാണല്ലേ മൂപ്പര അന്ന് ഇങ്ങനെ വളരെ ലളിത ജീവിതം നയിച്ചിരുന്നത്, അതിപ്പോഴാണ് മനസ്സിലായത്. അപ്പോ മുശ്രിക്കീങ്ങളും പരിഹസിച്ച ആളുകളൊക്കെ അത് തിരിച്ചറിയും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഖുർആന്റെ പദപ്രയോഗം ശ്രദ്ധിക്കണം. അവിടെ ഖുസ്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും കച്ചവടത്തിലുള്ള നഷ്ടങ്ങൾ സൂചിപ്പിക്കാൻ ഖുസ്ർ, ഖാസിർ എന്നൊക്കെ പറയല്ലേ, കച്ചവടത്തിലുള്ള നഷ്ടങ്ങൾ. ഇതൊരു കച്ചവടമാണ് ശരിക്കും. ബിസിനസ് എന്നുള്ളത് നമ്മൾ ആകെ ചെയ്യണത് ബിസിനസ് അല്ലേ, നൺ ഓഫ് അവർ ബിസിനസ്. അവിടെ നമ്മൾ എന്താ കേൾക്കണത്? ഇതിന്റെ പണിയല്ല എന്നുള്ളതിന് എന്ത് തന്നെയാണ് ബിസിനസ്. അപ്പോ അള്ളാഹു നമുക്കൊക്കെ മൂലധനം. നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, അതിന് ഇറക്കാൻ പൈസ വേണ്ടെന്ന്. പൈസ നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാന്ന് പറയും അല്ലേ. പൈസ ഇല്ലാത്തവനോ എന്തെങ്കിലും കൂലിപ്പണി ശമ്പളം പറ്റിയിട്ട് അങ്ങനെ ജീവിക്കും. ഉള്ളോ എന്ത് ചെയ്യും? എവിടെയൊക്കെ പൈസ. നമ്മളൊരുത്തൊക്കെ അള്ളാഹു ഒരു ക്യാപിറ്റൽ തന്നിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത്, മൂലധനം തന്നിട്ടാണ് പറഞ്ഞത്. എന്താ? സമയം. ഇത് നമുക്കൊക്കെ ഉണ്ട്. ഉള്ളതിലെ ഹിസാബ് ഉണ്ടാവുള്ളൂ. 60 കൊല്ലം ജീവിച്ച ഒരാളുടെ 100 കൊല്ലത്തെ ഹിസാബ് കൊടുക്കണ്ട. അപ്പൊ എന്തായി? ഈ മൂലധനം നമ്മളൊക്കെ കയ്യിലുണ്ട്. ഇനി ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനെന്ത് ചെയ്യും? നല്ല മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന നിലക്ക്, ലാഭം കിട്ടുന്ന നിലക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് നല്ല സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് മഹാന്മാര് പറഞ്ഞത്. നല്ല സമയങ്ങൾ. ഇപ്പൊ ചില സമയത്ത് ഇപ്പോ പകല് സുന്നത്ത് നിസ്കരിക്കണേനേക്കാൾ ഒരു മനസ്സിന് സമാധാനമൊക്കെ കിട്ടിയപ്പോ രാത്രി നിസ്കരിക്കും. അത് തന്നെ സുബഹിക്ക് മുമ്പുള്ള ആ സെഹറിന്റെ സമയത്ത് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ കൂടുതൽ മനസ്സാന്നിധ്യം കിട്ടും. അള്ളാഹു ആരാണോ അള്ളാഹിനോട് പൊറുക്കൽ ചോദിക്കുന്നത് അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നതാണ്. കാരണം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ഇങ്ങനത്തെ സന്ദർഭങ്ങൾ റമദാൻ, വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച വലിയ ഖൈറല്ലേ. നാട്ടിലിപ്പോ ജോലിക്ക് പോണ ആൾക്കാർക്ക്, നമ്മളെപ്പോലത്തെ വല്ല കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്ന മൗലവിമാർക്കും ഉസ്താദ്മാർക്കൊക്കെ ലീവ് ഉണ്ടാവും എന്നല്ലാതെ എല്ലാവർക്കും വെള്ളിയാഴ്ച ലീവ് ഉണ്ടാവും ഇല്ലല്ലോ. ഇവിടെ വലിയ ഖൈറല്ലേ. വെള്ളിയാഴ്ച അത്ര നല്ലൊരു ലാഭം കിട്ടുന്ന ദിവസം അല്ലാതെ നമുക്ക് ലീവ് വന്നില്ല. ലീവ് ഇല്ലാത്തവരുണ്ടാവും കേട്ടോ. അവർക്കൊക്കെ അള്ളാഹു അതിന്റെ നിയത്തിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. നമ്മളെല്ലാവരും ഉൾക്കൊണ്ട് സംസാരിക്കണം. സാഹചര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഈ വത്തീൻ സൂറത്തില് പറഞ്ഞല്ലോ, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിയാത്ത പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പോ ഒരാള് നല്ല ആരോഗ്യവാനായി നിൽക്കുന്ന കാലത്ത് അള്ളാഹ്ക്ക് നല്ല ഇബാദത്ത് ചെയ്തു, എന്നാൽ അയാൾ രോഗിയായി കിടന്നാൽ അന്നത്തെ പ്രതിഫലം അള്ളാഹു കൊടുക്കും. കാരണം എന്താ? ആരോഗ്യമുള്ള കാലത്ത് ശരിക്കും നന്നായി നടന്നിരുന്നു എന്ന പോലെ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് അള്ളാഹിനോട് നല്ല അടുപ്പം കാണിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഡ്യൂട്ടിയിൽ പെട്ടതിന്റെ പേരിൽ അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രതിസന്ധി ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റാതെ അതിന്റെ പ്രതിഫലം അള്ളാഹു തരും. അതുകൊണ്ടാണല്ലോ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് സഫറിൽ യാത്രയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പ്രതിഫലം കൂടി അള്ളാഹു കൊടുക്കുന്നു. കാരണം യാത്ര അല്ലാത്ത സമയത്ത് ആൾ നിസ്കരിച്ചിരുന്നു.
അപ്പൊ ഇനി നമ്മൾ ആരോഗ്യം എല്ലാവരും നഷ്ടപ്പെടുമല്ലോ. ആ നഷ്ടപ്പെടുന്ന എന്തായാലും ഇപ്പൊ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പല്ലേ ആ ആരോഗ്യം. ആ സമയത്ത് അള്ളാഹു ഇതിന്റെ പ്രതിഫലം തരണമെങ്കിൽ ഇപ്പൊ ഈ ആരോഗ്യ സമയമൊക്കെ തന്നത് നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ സൂറത്ത് തീനിൽ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറയും. മനുഷ്യനെ അള്ളാഹു നല്ല രീതിയിലാണ് പടച്ചത്, പിന്നെ മനുഷ്യനെ അള്ളാഹു ഇങ്ങനെ താഴ്ത്തി കൊടുന്നു, അധമരാക്കി എന്ന് പറഞ്ഞ മനുഷ്യനെ ശരീരത്തിന്റെ ആരോഗ്യമാണ്. കുട്ടിത്തത്തിലേക്ക് മനുഷ്യൻ മടങ്ങുന്നല്ലോ അല്ലേ. ഈ അല്യോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്തുണ്ടല്ലോ. ദീന് ഈ ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തന്നു എന്നുള്ള ആയത്തറിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു അല്ലേ. എന്തിനാ കരഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഷൻ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പൊ അതിന് കാരണം ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ഒരു കാര്യം അതിന്റെ ഒരു പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് വരാൻ തുടങ്ങും. ദീനിപ്പോ അതിന്റെ പരിപൂർണതയിൽ എത്തിയിട്ടുണ്ട്, ഇനിയിപ്പോ അത് താഴോട്ട് വന്ന് തുടങ്ങുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. അത് സത്യമാണല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് തന്നെയല്ലേ. ഇപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെയാണോ ലോകത്തിന്റെ അവസ്ഥ ഇന്ന്? അല്ലല്ലോ. ഇനി നാളെ ഇതിനേക്കാൾ മോശം അള്ളാന്റെ ദീന് നിലനിർത്തുന്ന കാര്യത്തിൽ. അപ്പോ ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞതോ മനസ്സിന്റെ ആരോഗ്യം. ആദ്യം വരുമ്പോ നമ്മളെടുത്ത് സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായിട്ടില്ല, ഇബാദത്തൊന്നും ചെയ്യാൻ പാകപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് വലുതായിട്ട് പ്രായപൂർത്തിയുടെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണല്ലോ അതിനെ കുറിച്ചല്ല ചോദ്യം ചെയ്യപ്പെടുക. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ, നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് കുട്ടിത്തത്ത് വിട്ടിട്ട് അവസാനം എന്ത് ചെയ്തു, നല്ല ചെറുപ്പക്കാരനായി യുവാവായി പിന്നെ ഇങ്ങനെ താഴോട്ട് വരാൻ തുടങ്ങി. ഈ താഴോട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് അള്ളാഹു പ്രതിഫലം തരണമെങ്കിൽ അതിന്റെ മുമ്പുള്ള ആരോഗ്യത്തിന്റെ കാലത്ത് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ മൂലധനമായ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് ഈ ദുന്യാവ് ലാഭമുള്ളവരെ ആക്കിയിട്ട് നമുക്ക് മരിച്ചു പോകാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ. നമ്മൾ കുറെ ചർച്ച ചെയ്ത ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുക, വഅമിലു സ്വാലിഹാത്ത്, നന്മകൾ ചെയ്ത ആളുകൾ. നന്മ ചെയ്യ സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ഈ സമ്പത്തും സന്താനങ്ങളൊക്കെ ദുന്യാവിലെ അലങ്കാരങ്ങൾ. മനുഷ്യൻ ദുന്യാവിൽ മെയിന് പറയുന്ന കാര്യം, മനുഷ്യൻ പറയുന്നത് നല്ല പൈസ ഉണ്ട് ആൾക്ക്, പിന്നെ നല്ല സ്വാധീനമുണ്ട്. സ്വാധീനം എന്താ? ആൾബലുണ്ട് ആൾക്ക്, നല്ല പൈസ ഉള്ള ആളാണ്. നമ്മൾ ചില ആൾക്കാർ പറയാം നല്ല ദുന്യാവുള്ള ആളാണ് അല്ലേ. ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാർക്ക് അതും ദുന്യാവാണ്, അതും ആഖിറാണ്. ശരി. അപ്പൊ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ദുന്യാവിലെ ജനങ്ങൾ മേനി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നീങ്ങിപ്പോവും. നമ്മളെ നോട്ട് പിൻവലിച്ച പോലെ എന്ത് ചെയ്യും, അതൊക്കെ പിൻവലിച്ച് അങ്ങനെ പോകും. പിന്നെന്താ? വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാഖിയാത്തു സ്വാലിഹത്ത് എന്ന് പറഞ്ഞാൽ എന്നും അതിന്റെ പ്രതിഫലനങ്ങൾ നിലനിൽക്കുന്ന നന്മകളുണ്ട്. അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, അതാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഖൈറ്. നമ്മള് സമ്പത്തും സന്താനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോ അതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ ഉപകാരപ്പെടൽ എപ്പോഴാണ്? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു ആവണം. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു ആവണം. കുട്ടി നമുക്ക് വേണ്ടി ദുആ എടുക്കണ സ്വാലിഹായ കുട്ടിയാവണം. വെറും കുട്ടി ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? അതില്ല. അപ്പൊ ഈ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, ഖുദൂ ജുന്നതക്കും, നിങ്ങളുടെ ഈ പരിചയൊക്കെ റെഡിയാക്കിയിട്ട് നിന്നോളൂ, അതായത് പ്രതിരോധിക്കാൻ റെഡിയായിട്ട് നിന്നോളൂ. ഖാലു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അമിൻ അദുവിൻ ഹദർ, ഏതെങ്കിലും ശത്രു വന്നിട്ടുണ്ടോ?
ഏതെങ്കിലും ശത്രു വന്നിട്ടുണ്ടോ, അതിൽ നിന്നാണോ ഞങ്ങൾ പ്രതിരോധിക്കേണ്ടത്? ഖാലല്ല ബൽ മിനൽ നാർ, നരകത്തിൽ നിന്നാണ് പ്രതിരോധിക്കേണ്ടത്, നരകത്തിൽ നിന്ന്. ഖാലു, അപ്പൊ അവര് ചോദിച്ചു, വമാ ജുന്നത്തുഹാ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള തടുക്കാൻ പറ്റിയ പരിചയം എന്താണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്റുകളാണ് എന്ത്, നരകത്തിൽ നിന്ന് തടയാൻ പറ്റുന്നത്. ഇത് ബാഖിയാത്തു സ്വാലിഹാത്താണ്. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഈ ദിക്റുകളാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്, മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആൾക്കാർ ഒഴികെ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉൾക്കൊണ്ട മനുഷ്യന്മാർ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. പിന്നെ സമ്പത്ത്, നമുക്ക് ദുന്യാവിലെ പല കാര്യങ്ങളും ത്യജിക്കാൻ തോന്നും. ത്യജിക്കാൻ അള്ളാഹു പറഞ്ഞത് ഒഴിവാക്കുമ്പോൾ ഇത് നഷ്ടമായി പോകാൻ തോന്നും, ഇത് നഷ്ടമായി പോകാൻ തോന്നും. ചില ആൾക്കാരുണ്ട്, ആവേശം വന്നിട്ട് എന്ത് ചെയ്യും, ഒരു പെട്ടെന്ന് തോന്നണ ഒരു തോന്നല് യൂട്യൂബൊക്കെ ഡിലീറ്റ് ചെയ്യും. പല ആൾക്കാരും അനുഭവം പറഞ്ഞുകൊണ്ട് പറയണം, പടച്ചോനെ ഹറാമായ പലതും കണ്ടുപോവാണ്, അതുകൊണ്ട് ഇനി അതൊന്നും കാണുന്നില്ല, ഡിലീറ്റ് ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ തോന്നുന്നത്, പടച്ചോനെ കുറെ ലൈവ് നഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും ഡൗൺലോഡ് ആയി. പിന്നെ ഇപ്പൊ പഴയ പടിയിലേക്ക് ഇങ്ങനെ, ഇത് പല ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കണമായിരിക്കും. അപ്പൊ അതൊക്കെ ഓരോ ആധുനിക സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നഷ്ടമായിട്ട് തോന്നും. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, പിന്നെ എന്തോ മനസ്സ് തിരിച്ചു പോയാൽ തോന്നും, ഹോ എനിക്ക് ആ ഒരു പരിപാടി നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നും. സത്യത്തിൽ നഷ്ടം പെട്ടിട്ടില്ല, ലാഭമാണ്. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതിൽ നിന്ന് ഒഴിഞ്ഞു തിന്നതുകൊണ്ട് ഉപകാരം വരും. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, സുഹൈബ് ബിൻ സിനാൻ റൂമി റളിയല്ലാഹു അൻഹു റോമക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് മുസ്ലിമായ 7 ആളുകൾ, ഇസ്ലാം പരസ്യമായിട്ട് പറഞ്ഞ 7 ആളുകൾ, അതിൽപ്പെട്ട ഒരു സഹാബിയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. ഇവര് അലി റളിയല്ലാഹുവിന്റെ കൂടെ അവസാനാണ് ഹിജ്റ പോയതെന്ന്. അലി റളിയല്ലാഹു അവസാനല്ലേ പോയത്, വിരിപ്പിൽ എടുക്കാൻ പറഞ്ഞു, അവസാനാണ് പോയതെന്ന്. പോകുന്ന സമയത്ത് കുറെ സ്വത്തുണ്ടായിരുന്നു. അപ്പോ ഖുറൈശികള് മുശ്രിക്കീങ്ങൾ പറഞ്ഞു, സ്വത്തൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകണം, എന്നാ പിന്നെ മദീനയിലേക്ക് പോവാം. അങ്ങനെ സ്വത്തൊക്കെ അവിടെ ഒഴിവാക്കിയിട്ടാ പോയത്. അങ്ങനെ ക്ഷീണിച്ച് യാത്രയൊക്കെ ചെയ്ത് മദീനയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് ഖുബൈലായിരുന്നു. അപ്പൊ ഇവര് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു എന്നാണ്, യാ അബാ യഹ്യ റബിഹൽ ബൈ റബിഹൽ ബൈ റബിഹൽ ബൈ, അബൂ യഹ്യ കച്ചവടം ലാഭം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കച്ചവടം ലാഭം അടിച്ചിട്ടുണ്ട്, ലാഭത്തിലായിട്ടുണ്ട് കച്ചവടം. എന്താ, നമ്മളെ കണ്ണിൽ കച്ചവടം ലാഭത്തിലാണോ? അല്ല, കയ്യിലൊന്നുമില്ല, ഇട്ടുകൊടുത്ത ഡ്രസ്സ് പോലും അവിടെ പിടിച്ചു വാങ്ങിയിരുന്നു എന്നൊക്കെ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അത്രത്തോളം പീഡിപ്പിച്ചിരുന്നു, സ്വത്ത് മുഴുവൻ ഇട്ടേച്ചിട്ടാ പോയത്. പക്ഷേ ഒരിക്കലും പിഴക്കാത്ത നാക്കിന്റെ ഉടമ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ പറഞ്ഞത് റബിഹൽ ബൈ, കച്ചവടം ലാഭത്തിലായിട്ടുണ്ട്. എന്താ, ദുനിയാവ് ഒഴിവാക്കിയിട്ട് ആഖിറത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട്, അവരെ നഫ്സിനെ എന്ത് ചെയ്യും, അള്ളാന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ട് അവരെ നഫ്സിനെ അവര് കൊടുക്കും. എന്ത് ചെയ്യും, എല്ലാ സമ്പത്തും ദുന്യാവൊക്കെ ഒഴിവാക്കിയിട്ട് പോയി ആരടുത്തേക്ക്, മദീനയിലേക്ക്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു അവരൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവരൊക്കെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 ആൾക്കാരാണ് പറഞ്ഞത്, നഷ്ടം വരാതെ ലാഭമുള്ള ആൾക്കാരെ പറഞ്ഞത്. അവസാനത്തെ 2 ഭഗവത്തവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകള്, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ. ഇതെന്താ, അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക. ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ നഫ്സിനെയും നരകത്തിൽ നിന്ന് കാക്കണം, മക്കളെയും കാക്കണം, കുടുംബത്തെയും കാക്കണം. വാപ്പ ഗൾഫിലാണ്, ഇവിടെയാണ് എല്ലാ ഖുർആൻ ക്ലാസ്സിനും മജ്ലിസിനും പറഞ്ഞൊക്കെ കൃത്യമായിട്ട് വരും, നന്നായി നിസ്കരിക്കുന്ന കുഴപ്പമില്ല. മോന് ഇപ്പൊ ഈ സദസ്സിലിരുന്നവരൊക്കെ നിങ്ങളെ മക്കൾ ഇപ്പൊ എവിടെ നിന്ന് ആലോചിച്ച് നോക്കിയാൽ, ആൺകുട്ടികളുള്ള ആൾക്കാർ, കുറച്ച് വലുപ്പമൊക്കെ ഉള്ള ആൺകുട്ടികൾ ഇപ്പൊ എവിടെയാണ്?
അല്ലെ മക്കളൊക്കെ വീട്ടിൽ എന്താണ് ചെയ്യണത് എന്നോ മക്കൾക്ക് എന്താണ് പണിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിങ്ങനെ ഇബാദത്ത് ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയാൽ നാളെ മാസ്റ്ററിൽ വെച്ചിട്ട് മക്കള് അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ വരും. എന്നെ ഈ ഉപ്പൊന്നും ഉപദേശിച്ചു തന്നിട്ടില്ല എന്ന് പറയും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് സ്വയം നമ്മളിങ്ങനെ ഇബാദത്ത് ചെയ്ത് പോയിട്ട് ഞാൻ എന്റെ ഈമാനായിട്ട് പോവാണ്, ഇവരെയൊക്കെ ഒന്നും എനിക്ക് കിട്ടുന്ന പ്രതീക്ഷ ഇല്ല എന്നൊന്നും പറയാനായിട്ടില്ല. നമ്മൾ പറഞ്ഞു നോക്കണ്ടേ? ആദ്യം നന്നാക്കാൻ ശ്രമിക്കുക മക്കളെ. മക്കളൊക്കെ അസലിയായി നല്ല തന്നെയാണല്ലോ. മക്കൾ തെളിഞ്ഞ പാത്രമായിട്ടല്ലേ അള്ളാഹു നമ്മളെടുത്ത് തന്നത് അല്ലേ? പിന്നെ നമ്മളല്ലേ മക്കളെ കേടുവരുത്തിയത്? അത് ഭംഗിവാക്കല്ലേ, നമ്മളെന്നല്ലേ കേടുവരുത്തിയത്? മക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്തത് നമ്മളാണ്. അവരെന്ത് തെറ്റിലേക്ക് പോകുന്നതോ ഒക്കെ നമ്മളെ പൈസയാണ്. അപ്പൊ മക്കളെ നല്ല നിലയിൽ കെയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവസാനം ഖേദിക്കേണ്ടി വരും. ഇവിടെ അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഉദ്ദേശം. അത് അബൂജഹലിനെ പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അബൂജഹൽ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു. എന്നാൽ നഷ്ടത്തിൽ പെടാത്ത ആളൊന്ന് ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള ആൾ. അബൂബക്കറിന്റെ ഈമാൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലോകത്തെ മറ്റെല്ലാരെ ഈമാനും വേറെ തട്ടിലും വെച്ചാൽ ആരതാ കാര്യം തൂങ്ങുക? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ലല്ലദീന ആമനു അമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശം. രാത്രിയിൽ പോലും ഒറ്റയ്ക്ക് ശരീരത്തെ ഇങ്ങനെ പറയുന്നതാണ്. ഒരു സഹാബി പറയണ്ടല്ലോ, പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സംസാരം കേൾക്കണം, നീയാണോ ഖലീഫ, നീയാണോ ഉമർ? ഇങ്ങനെ സ്വന്തത്തോട് ചോദിക്കും. നോക്കുമ്പോ ഉമർ റളിയല്ലാഹു സ്വന്തത്തോട് ഇങ്ങനെ പറയാം. വതവാസൗ ബിൽ ഹഖ്, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 പ്രമുഖരായ സഹാബത്തിനെ അടുത്ത് പറഞ്ഞിട്ട് പറയണത്, അപ്പൊ അവരെ പിൻപറ്റി നമുക്കും അതിനനുസരിച്ച് നഷ്ടമില്ലാതെ നല്ല ലാഭത്തോടു കൂടി സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇവിടെ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ക്ഷമ എന്ന് പറഞ്ഞാൽ പൊതുവെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളോട്, നരകത്തിൽ കിടക്കുന്ന കാര്യങ്ങളോടൊക്കെ നമ്മളെ നഫ്സിന് സ്വയം ഒരു ഇഷ്ടം ഉണ്ടാവും. ഒരു സത്യമല്ലേ? ഇപ്പൊ ഖുർആൻ ഓതാൻ നമുക്ക് അതിന്റെ ഒരു ലഹരിയിലേക്ക് കടക്കണേ കുറച്ച് കഴിയണം. വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 20 വർഷം നല്ല റിസ്ക് എടുത്ത് ഇടങ്ങേറായിട്ട് നിസ്കരിച്ചു, പിന്നത്തെ 20 വർഷം നല്ല എൻജോയ് ചെയ്തിട്ട് നിസ്കരിച്ചു. കാരണം എന്താ? അപ്പോൾ അശുദ്ധിയും ആ ഒരു കറക്കം നീങ്ങിപ്പോയിട്ടുണ്ടാവും. പിന്നെ അത് ആസ്വദിക്കും. അപ്പോഴാണ് ആസ്വദിച്ച് ഖുർആനൊക്കെ ഓതും. ഖുർആൻ ആദ്യങ്ങൾ ഓതുമ്പോൾ കുറെ കാലം ഓതാതെ വന്ന് പിന്നെ ഖുർആൻ ഓതി നോക്കിയാല് ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നും. പക്ഷെ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകരുത്. എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് ഇങ്ങനെ ഓതുക. ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടിരുന്നു, ഈ കയ്യിലൊക്കെ മുറിവായിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഈ വല്ല ക്ലീൻ ചെയ്യുന്നതും അതിൽ മരുന്ന് പുരട്ടുന്നതും പോലെ. എന്താ മുറിവായിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടാവും. ക്ലീൻ ചെയ്തിട്ട് ആ ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ നല്ല മരുന്ന് പുരട്ടിയ നല്ല സുഖം ഉണ്ടാവും. ഇതേപോലെ എന്നാ ഖുർആൻ കൽബ് ഇങ്ങനെ കറ പിടിച്ചിട്ട് ഇങ്ങനെ കെടുക്കായിരിക്കും. അതിൽ ആദ്യം ക്ലീൻ ചെയ്യാണ്, അപ്പൊ ഇങ്ങനെ പ്രയാസമൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ നല്ല സുഖം കിട്ടും ഖുർആൻ ഓതുമ്പോൾ. അള്ളാഹു ഖുർആന്റെ ആൾക്കാരായിട്ട് നമ്മളെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ക്ഷമ വളരെ അത്യാവശ്യമായിരിക്കും. കാരണം നമ്മളെ നഫ്സ് പറയാം അതിനൊന്നും പോണ്ട, എന്നാ വേറെ പല കാര്യങ്ങളുണ്ട് അതിനൊക്കെ പോവാൻ പറയും ചെയ്യും. അപ്പൊ അതിൽ ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് പരസ്പരം ഉപദേശിക്കണം. പിന്നെ ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞാല് ഈ അള്ളാനെ തൃപ്തിപ്പെടുത്തുക. സബർ എന്ന് പറഞ്ഞത് പിന്നെ എന്ത് ചെയ്യാ, അള്ളാഹ് നമുക്ക് എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കുക, അതിൽ തൃപ്തിപ്പെടാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് നേരിട്ട ഒരു കാര്യത്തിൽ, അള്ളാഹു കണക്കാക്കിയ ഒരു കാര്യത്തിൽ ഇതല്ല വേറെ ഒന്നായിരുന്നു ഖൈർ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായില്ല? നമുക്കൊരു കാര്യം വന്നാൽ പടച്ചോനെ ഇതല്ലല്ല ഖൈർ എന്ന് തോന്നിയിട്ടില്ല, ഇതന്നെ ഖൈർ, കാരണം എന്റെ അള്ളാഹ് തന്നതല്ലേ. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്നെ ഒരു വാക്കുണ്ട്, ഞാൻ ഈ സക്രാത്തിന്റെ വേദന എളുപ്പമാവാനൊന്നും ഞാൻ ദ്വാരക്കണില്ല. എന്താ സക്രാത്തിന്റെ വേദന തരുന്നത്? മനുഷ്യന് മുഅ്മിനീങ്ങൾക്ക് പ്രയാസം അനുഭവിച്ചിട്ട് അള്ളാഹ് ദറജ ഉയർത്തും, ദോഷം പൊറുക്കും ചെയ്യും, ദറജകൾ ഉയർത്തും ചെയ്യും. ഒരു മനുഷ്യന്റെ ദറജ ഉയർത്താൻ ദുനിയാവിലെ അവസാനത്തെ നിമിഷമാണ് എന്ത്? മരണസമയം. അപ്പൊ അങ്ങോട്ട് വേദന കിട്ടിയിട്ട് അങ്ങനെ എന്റെ ദർജ ഉയർന്നോട്ടെ. അത് അവരൊക്കെ ദർജ അങ്ങനെ ആയതുകൊണ്ട് പറയണം. അള്ളാഹു നമ്മൾ ആ സമയത്ത് രക്ഷപ്പെടുത്തി തരട്ടെ. അതൊക്കെ പറയണത് അവരെ ഈമാന്റെ ഊക്കൊണ്ടാണ്. നമ്മൾ ചെറിയൊരു മുള്ളുത്തിയാല് അന്ന് നിസ്കരിക്കാൻ പോകാൻ മടി കാണിക്കണ ഈമാനാണ് നമ്മളതൊക്കെ. അള്ളാഹു നമ്മളെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. ഇനി ഞാൻ
നിർത്തുകയാണ്. 4 കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ മൊത്തം പറഞ്ഞത്. എന്താ? മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് 4 വിഭാഗം ഒഴിക്കാൻ. ഒന്ന് പറഞ്ഞെന്താ? സത്യവിശ്വാസം, അള്ളാഹുവിൽ വിശ്വസിക്കുക, വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക. അത് അള്ളാഹ് വിശ്വസിക്കാൻ പറഞ്ഞൊക്കെ വിശ്വസിക്കണം. ഇതിന്റെ യുക്തിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അപ്പൊ അങ്ങനെ ഉണ്ടാവില്ലല്ലോ, അത് ചെയ്യരുത്. യുക്തി ആരാണ്? യുക്തി എന്താ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പിന്നെന്താ? ലദീന യുമിനൂന ബിൽ ഗൈബി. ല്ലേ? അമ്പിയാക്കൾ പറഞ്ഞു തന്നതല്ലേ നമുക്ക് ഇതൊക്കെ. യുക്തിക്ക് ബോധ്യപ്പെടട്ടെ പെടാതിരിക്കട്ടെ, നമ്മളെ കടമ എന്തുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു തന്നത് വിശ്വാസം. അതുകൊണ്ടാണ് നമുക്ക് മീറാജൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചോദിച്ചേ? അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇപ്പൊ എത്ര ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, അല്ല എത്ര റോക്കറ്റ് പോകുന്നുണ്ട്, അങ്ങനെ അല്ലല്ലോ ചോദിച്ചത്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. നമ്മളീ വിശ്വാസത്തിന്റെ മാനദണ്ഡം എന്താവണം? അത് തന്നെ ആവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊന്ന്. മറ്റൊന്ന്, നല്ല കാര്യങ്ങൾ ചെയ്യാം. അമിലു സ്വാലിഹാത്ത്. എന്താ? അല്ലാഹും റസൂലും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കും ചെയ്യുക, ചെയ്യാതിരിക്കുക ചെയ്യുക. മൂന്നാമത്തത്, സത്യം കൊണ്ട് ഉപദേശിക്കുക. നന്മയായ എല്ലാ കാര്യത്തിലും പരസ്പരം ഉപദേശിക്കണം. അത് ഉപദേശിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നാണ്. ഇവിടെ വസിയത്ത് എന്ന് പറഞ്ഞത്, ഈ തവാസോ എന്ന് പറയുന്നത് വസിയത്താവണമെങ്കിൽ ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കൂടെ എന്തുകൂടി പറഞ്ഞു കൊടുക്കണം? അത് ചെയ്യേണ്ട രീതിയും പിന്നെ അത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമൊക്കെ പറഞ്ഞിട്ട് അവനെ അതിലേക്കൊന്നുകൊണ്ട് ഉത്സാഹിപ്പിക്കുക കൂടി ചെയ്യണം എന്നാണ്. അപ്പോഴാണ് അത് ശരിക്കും ഒരു വസിയത്താവുള്ളൂ. നമ്മൾ ശരിക്കും ഒരു നസീഹത്ത്, ഗുണകാംക്ഷ ആവുള്ളൂ നടത്തും. നാലാമത്തെ കാര്യം, ഈ നന്മ ചെയ്യുമ്പോഴും തിന്മയെന്ന് വിട്ടുമ്പോഴൊക്കെ കുറെ പ്രതിസന്ധി ഉണ്ടാവും. നമ്മളെ ഉള്ളിൽ നിന്നുണ്ടാവും, പുറത്തുനിന്നുണ്ടാവും. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മളെ ഉള്ളിൽ നിന്നുണ്ടാവും കുറെ ഇടങ്ങേറുണ്ടാവും. ഇതൊന്നും ഇപ്പൊ എന്റെ മനസ്സിനായിട്ട് പിടിക്കണില്ലല്ലോ, അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകാതെ എനിക്ക് ബുദ്ധിമുട്ടായല്ലോ. എന്താ ഇപ്പൊ കുറച്ചേരം ടൈം പാസ് എന്ന് എല്ലാവരും പറയല്ലേ? ടൈം പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടൈം പാസിന് എന്ന് പറഞ്ഞാൽ സമയം കണ്ടമോന് നമ്മളെ കയ്യിലുണ്ട്. ഇതൊന്നുണ്ട് പാസ്സായി കിട്ടാൻ എന്തെങ്കിലും എൻജോയ്മെന്റും എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേന്ന് തേടി നടക്കണ പോലെ. അപ്പൊ നമുക്കൊന്ന് നമ്മളെടുത്ത് കണ്ടമോനം സമയം ധാരാളമാണ്. 5 വക്ത് നിസ്കരിച്ചാല് ഈ 5 വക്ത് നിസ്കാരത്തിൽ വരുന്ന പിഴവുകളൊക്കെ പരിഹരിക്കാനാണല്ലോ സുന്നത്തുകള്. 5 വക്ത് തന്നെ നമ്മൾ ശരിക്കും നിസ്കരിക്കണില്ല അല്ലേ? ആര് പറഞ്ഞില്ലേ നിസ്കാരത്തില്? പിന്നെ എത്ര കാലത്ത് നിസ്കരിച്ചെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്താ ഓർമ്മ ഉള്ളതെന്ന് വെച്ചപ്പോ തക്ബീർ എട്ടിയ ഓർമ്മ ഉണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ നമ്മളെ നിസ്കാരങ്ങൾ ഇങ്ങനെ പോണ്ട്. ഇതൊക്കെ പരിഹരിക്കപ്പെടാൻ ചെറിയ ചെറിയ എന്താവും നന്മകൾ ഇപ്പൊ ഈ ഇരിക്കണ നിമിഷങ്ങൾ പോലും എന്താണ് അള്ളാഹു കബൂൽ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാത്ത മതി. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ വന്നു ചേരുമ്പോ നമ്മൾ ചില കാര്യത്തിലുണ്ടാവും. അപ്പൊ റിസ്ക് എടുത്തിട്ടാണ് പോകൂല. നമ്മൾ ചില കാര്യത്തിന് പൈസ ചെലവാക്കി ടിക്കറ്റ് എടുത്ത് കയറുണ്ടാവും. ഇങ്ങനത്തെ ക്ലാസ്സുകൾക്കൊക്കെ ടിക്കറ്റ് വാങ്ങല്ലോ. നമ്മൾ പൊതുവെ നിങ്ങൾ ആലോചിച്ചേ, ദുന്യാവൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി പറയാം. ടിക്കറ്റ് എടുത്ത് പോകണം, ഇടങ്ങേറായിട്ട് പോകണം, തിരക്ക് തിക്കുന്നവര്. ഇവിടെ വല്ല തിരക്കുണ്ട്, എത്രയോ സ്ഥലം കഴിഞ്ഞെടുത്തില്ലേ? അപ്പൊ നന്മകളുടെ ആൾക്കാരായിട്ട് നമ്മള് മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിൽ ആദ്യം പറഞ്ഞ 2 കാര്യം ഉണ്ടല്ലേ, അതാ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഇത് നമ്മൾ സ്വയം നന്നാവാനുള്ളതാണ്. നമ്മൾ സ്വയം നന്നാവാനുള്ളത്. പിന്നെ പറഞ്ഞ 2 കാര്യങ്ങളോ സമൂഹത്തെ പൊതുവായി നന്നാക്കാനുള്ളത്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇത് വളരെ ചുരുങ്ങി പോകുന്നുണ്ട്. മുൻകാല സമൂഹങ്ങളൊക്കെ പലരെയും നശിപ്പിച്ചത് ഇതുകൊണ്ടാണെന്ന. അവരെന്ത് ചെയ്യില്ല, തിന്മകൾ കൊണ്ട് വിരോധിക്കില്ല. ഇതൊക്കെ ഏറ്റെടുക്കാനാണ് നമ്മുടെ സമസ്ത പോലുള്ള നമ്മുടെ പണ്ഡിത സഭകളൊക്കെ ചെയ്യുന്നത്. സമസ്തൊക്കെ ഉണ്ടാക്കിയതൊക്കെ സത്യത്തിൽ ഈ ഒരു ദൗത്യം സമൂഹത്തിൽ നിർവഹിക്കാനാണ്. ദൗത്യം നിർവഹിക്കാന്ന് പറഞ്ഞാൽ സമൂഹത്തെ സമുദ്ധരിക്കണം, അവരെ നന്മയിൽ പിടിച്ചു നിർത്തണം. തിന്മയിലേക്ക് പോകുമ്പോൾ പറയണം, നമ്മളെ കൂടെയുള്ള പല ആളുകളുണ്ടാവും, അവർക്കൊക്കെ എന്ത് ചെയ്യണം, നന്മ ഉപദേശിക്കണം. നമ്മളെ ലോകത്ത് അങ്ങനെ പോകും. ഒരു വട്ടം പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ചില ആളുകൾ മരിച്ചു പോയാൽ നമുക്ക് ഖേദം തോന്നില്ല. പടച്ചോനെ ഒരു വട്ടം പോലും ഇവന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നുന്ന അവസ്ഥ വരരുത്. നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അവന് ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇൻഷാ അല്ലാഹ് നമ്മളെ തിങ്കളാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ച മയ്യത്ത് നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ബാബുട്ടി ഉസ്താദ് ഇവിടെ ഉണ്ടാവും അല്ലേ?
അല്ല, തിങ്കളാഴ്ച ഇശാൻ്റെ ശേഷമല്ല, ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവിടെ ഉണ്ടാവും. ഉസ്താദിൻ്റെ ദുആയിലൊക്കെ പങ്കെടുക്കുക, കാണാനൊക്കെ അവസരം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇടങ്ങേറാക്കരുത് അങ്ങനത്തെ ആൾക്കാരെ. നമ്മളെന്ത് ചെയ്യുക, നല്ല രീതിയിൽ അവരെ ദുആയിൽ ഒരു ആമീൻ പറഞ്ഞാൽ തന്നെ. ഇപ്പം നമ്മളെപ്പോലെ കുറേ ഒച്ചട്ടിട്ടും കുറേ ഈണത്തിലും കുറേ രാഗത്തിലും സൗണ്ടൊന്നും അവർ പറയുണ്ടാവില്ല. പക്ഷെ അവർ ഒരു ഒറ്റ റബ്ബനാത്തിന ഫിദ്ദുന്യാസിന് കിട്ടിയാൽ തന്നെ നമുക്ക് രണ്ട് ലോകത്തും മതിയാവും. അപ്പം അങ്ങനത്തെ നല്ല മനുഷ്യന്മാരൊക്കെ വരുമ്പോൾ സാന്നിധ്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അങ്ങനത്തെ വളരെ ചുരുങ്ങിപ്പോവാണ് നമ്മളെ കണ്ണിൽ അങ്ങനത്തെ ആളുകളൊക്കെ. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരൊക്കെ ഒരു ഫൈലിലായിട്ട് ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നേരത്തെ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ പോലെ നമ്മൾ അബ്ദുൽ ബാരി ഉസ്താദിന്റെ എളാമ പിന്നെ വഫാത്തായിട്ടുണ്ട്. അല്ലാഹു അവരുടെ ബർസഖിയ ലോകം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. ഖബറിൽ അല്ലാഹു ഖുർആന്റെ വെളിച്ചം കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. പിന്നെ അബ്ദുൽ ബാരി ഉസ്താദിന്റെ പറഞ്ഞല്ലോ, ഉസ്താദ് ഇന്നിപ്പോൾ സൂറത്ത് ലുഖ്മാൻ തുടങ്ങാനുള്ള പ്ലാനിലായിരുന്നു. പെട്ടെന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഉസ്താദ് പോയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് അതിൻ്റെ വഴിയേ നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് മുടങ്ങിയത്. ക്ലാസ്സൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ അതിൻ്റെ രീതിയിൽ ഇൻഷാ അല്ലാഹ് നടക്കും. എല്ലാവരും വരണം. അല്ലാഹു അങ്ങനത്തെ ഇൽമിൻ്റെ മജ്‌ലിസുകളൊക്കെ നല്ല രീതിയിൽ നിലനിർത്തി തരട്ടെ. മകൾക്ക് ഹൈറായ കല്യാണക്കാര്യം ശരിയാൻ വേണ്ടി അല്ലാഹു ഹൈറായ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അങ്ങനത്തെ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ, ഇത് ഈ ഉദ്ദേശിച്ച ആളുകളെ പ്രത്യേകിച്ചും, അവർക്കൊക്കെ അല്ലാഹു ഹൈറായ നല്ല ഇണകളെ അല്ലാഹു കൊടുക്കട്ടെ. അവർക്കൊക്കെ അല്ലാഹു നല്ല ദാമ്പത്യ ജീവിതം കൊടുക്കട്ടെ. അതൊക്കെ കണ്ട് സന്തോഷിക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നമ്മുടെ ഈ മജ്‌ലിസിന്റെ പുണ്യം അവർക്കും അല്ലാഹു കൊടുക്കട്ടെ. അവരൊക്കെ മനസ്സിലെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഈമാനും തഖ്വയും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നല്ല ദുആണ്. പൊതുവെ നമ്മൾ ജോലി ശരിയാവാൻ, ഫാമിലിനെ കൊണ്ടുവരാൻ, വിസിറ്റ് വിസ ഒരു ഫാമിലിനെ കൊണ്ടുവരുന്നുണ്ട്, ലൈസൻസ് കിട്ടാനെന്നൊക്കെ ഇത് ഇഷ്ടമായി. എന്തായാലും അല്ലാഹു നമ്മളൊക്കെ ഈമാനും തഖ്വയൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ച് തരട്ടെ. സ്നേഹിതന്റെ ഭാര്യയുടെ ഉപ്പ സുഖമില്ലാതെ നാട്ടിൽ പോയിരിക്കുകയാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. ജോലിയുടെ കാര്യം ശരിയാവാൻ, ജോലി സംബന്ധമായ പ്രയാസങ്ങൾക്ക് കുറേ ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്കും ഇവിടെ വസിയത്ത് ചെയ്തവർക്ക് പ്രത്യേകിച്ചും അല്ലാഹു ഹൈറായ ജോലി ശരിയാക്കി കൊടുക്കട്ടെ. ഉള്ള ജോലി അല്ലാഹു ഹൈറും ബർക്കത്തും തരട്ടെ. അതിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഹൈറിലേക്ക് അല്ലാഹു മാറ്റം കൊടുക്കട്ടെ. ഖുർആൻ ഹാഫിളാവാൻ ദുആ. അല്ലാഹു ആ ഉദ്ദേശിച്ച ആൾ കുട്ടിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലുപ്പത്തിൽ ആഗ്രഹിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലാഹു നമുക്കൊക്കെ അങ്ങനെ ഹിഫ്ളാക്കാനുള്ള തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ ഖുർആന്റെ ആളുകളാക്കി മാറ്റാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. വിസിറ്റിൽ വന്ന മകന് ജോലി ശരിയാവാൻ അല്ലാഹു ഹൈറായ ജോലി ശരിയായി കൊടുക്കട്ടെ. വിസയുടെ കാര്യത്തിൽ തടസ്സമുണ്ട്. ഇതിപ്പോൾ ഇത് ദ്വാരക്കാൻ പറയണ്ടെന്നല്ലട്ടാ, അതൊക്കെ വിസൻ്റെ കയ്യിലപ്പോൾ ഈ ക്ലാസ്സിനൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. അല്ലാഹു അതൊക്കെ അത് എഴുതിയിട്ട് ഞാൻ ആരും അതിൽ മടി ഷെയ്മും വിചാരിച്ചിട്ട് ആരും ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കാതിരിക്കണ്ട. അപ്പം അതിന് പറഞ്ഞതാണ്. അല്ലാഹു ഹൈറായ രീതിയിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായി കൊടുക്കട്ടെ. കുറച്ച് സുഹൃത്തുക്കളുടെ കാശ് വേറൊരു വ്യക്തിപരമായും പറഞ്ഞിരുന്നു. അദ്ദേഹം ഹൈറായ രീതിയിൽ അല്ലാഹു അവരുടെ ഹക്ക് അവർക്ക് തിരിച്ചു കൊടുക്കട്ടെ. സ്വാലിഹായ കൺകുളിർമയുള്ള സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സഹോദരൻ ഇപ്പോൾ ക്ലാസിൻ്റെ തൊട്ടു മുമ്പും പറഞ്ഞിരുന്നു. അല്ലാഹു അവർക്കൊക്കെ നല്ല സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള നല്ല മക്കളെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളെ കൊടുക്കട്ടെ. അങ്ങനെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ അല്ലാഹു അവർക്ക് സന്തോഷമാകുന്ന രീതിയിൽ അല്ലാഹു ഹൈർ നൽകട്ടെ. ഒരു സഹോദരൻ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോലി ശരിയാൻ വേണ്ടിയിട്ട്, എത്രയും പെട്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഓരോ കാര്യങ്ങളല്ല, 15 ദിവസം മാത്രമേ വിസ ഉള്ളൂ. അല്ലാഹു ഹൈറായ രീതിയിൽ ആ സഹോദരന് നല്ല ജോലി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. വാപ്പാൻ്റെ ആണ്ടാണെന്ന് ദുആ ചെയ്യണം. അല്ലാഹു ആ ഉപ്പയുടെ ഖബർ ജീവിതം സന്തോഷകരമായി കൊടുക്കട്ടെ. അതുപോലെ നമ്മളൊക്കെ പലരും ഖബറിലാണ്, പ്രത്യേകിച്ച് ഈ വിനീതൻ്റെ ഉപ്പ ഖബറിലാണ്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അതുപോലെ നമ്മളൊക്കെ വളർത്താനും നമ്മളൊക്കെ ഇൽമു പഠിപ്പിക്കാനൊക്കെ വേണ്ടി പ്രയാസപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, ഇൽമിൻ്റെ ദീനിൻ്റെ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ ഗുണകാംക്ഷികൾ, അവരൊക്കെ പലരും ഖബറിലാണ്. അല്ലാഹു അവരൊക്കെ ഖബർ ജീവിതം സന്തോഷകരമായി കൊടുക്കട്ടെ. ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആയിരുന്നു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ ثواب قراءتنا وبركة دعائنا بعد القبول منا أولا إلى حضرة الروح نبينا وحبيبنا محمد صلى الله عليه وسلم. اللهم وإلى حضرات أهل الخير كلهم أجمعين. اللهم وإلى حضرات سائر المصنفين والمحدثين والمفسرين والفقهاء والصوفيين وإلى حضرات أساتذتنا كلهم أجمعين. اللهم وإلى حضرات أوليائك الكرام خاصة يا رب العالمين، وإلى حضرة ولي هذا المكان وقطب هذا الزمان يا رب العالمين. اللهم وإلى حضرة أبي العباس بلج بن ملكان سيدنا خضر عليه السلام. اللهم أعل درجتهم ومكانتهم لديك يا رب العالمين. اللهم احفظ علينا وعلى أهالينا وعلى مجلسنا هذا من فيوضاتهم وبركاتهم وامدنا بمددهم يا رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. വല്ല പിഴവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമ നാഫിയാക്കണേ അല്ലാ. നാഫിയായ ഇൽമ വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിൻ്റെ മജ്ലിസുകളെ ഖൈറായ രീതിയിൽ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, അതിലൊക്കെ സംബന്ധിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അത് കാരണമായി ഞങ്ങളുടെ ഖൽബുകളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകളെ ഹറാമിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ കാതുകളെ ഹറാമിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ അവയവങ്ങൾ അഖിലവും ഹറാമിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന സമയവും നീ തന്ന ആരോഗ്യവും നിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലം അത്രയും ഈമാനോടെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലികളിൽ ഖൈറും ബർക്കത്തും തരണേ അല്ലാ. അല്ലാഹുവേ, ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നേരിട്ടുമല്ലാതെയും ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും മനസ്സിലെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പലരും പറയാത്തവരുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നിനക്കറിയാം. നീ അതൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹക്ക് മറ്റുള്ളവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഖൈറായ രീതിയിൽ തിരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ജനങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. പ്രയാസമുള്ളവരുടെ പ്രയാസം തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്ത സഹോദരങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്കൊക്കെയും കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട് വെക്കാതെ പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. ഖൈറായ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. മക്കളെ കെട്ടിച്ചയക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖൈറായ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. അത് കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഖുർആന്റെ സന്താനങ്ങളാക്കണേ അല്ലാ. ഖുർആൻ പഠിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നാഫിയായ ഇൽമ പഠിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ദുനിയാവിലെ ഈ സംസാരങ്ങളും ഈ ജീവിതവും ഞങ്ങളുടെ എല്ലാവിധ ഏർപ്പാടുകളും നിർത്തി അവസാനം ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുന്ന ഒരു ദിവസമുണ്ടല്ലോ റബ്ബേ, അത് ഞങ്ങളുടെ ദുനിയാവിലെ ഏറ്റവും നല്ല ദിവസമാക്കണേ അല്ലാ. ഒരു ഖൈറായ കാര്യം ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നന്മ ചെയ്യുന്ന സമയത്താക്കണേ അല്ലാ. ഞങ്ങളുടെ മരണം നന്മ ചെയ്യുമ്പോഴാക്കണേ അല്ലാ. ഒരു തിന്മയിൽ ഏർപ്പെടേണ്ട ഗതികേട് വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് മുന്നിൽ വെച്ച് ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി
വേണ്ടി ദുആ ചെയ്യുന്ന സാഹചര്യം തരണേ അല്ലാ. ഞങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ ഒരുപാട് മജീസുകളിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങളുടെ ദുആ ഞങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അതിന് സാഹചര്യം ഒരുക്കണേ അല്ലാ. അതിന് കാരണമായ അമലുകൾ ഞങ്ങളെ കൊണ്ട് ദുനിയാവിൽ നിന്ന് ചെയ്യിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണല്ലോ. അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാ. അല്ലാഹുവേ, പലരും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ പലരും രോഗികളാണ്. ശിഫ നൽകണേ അല്ലാ. അവർക്ക് മനസമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ അവർ പോറ്റി വളർത്തിയ പോലെ നീ അവരോട് കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ രാഷ്ട്രത്തിൽ ഖൈറും സമാധാനവും സമൃദ്ധിയും തരണേ അല്ലാ. ഇതിന്റെ ശില്പി മഹാനായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാ അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാ. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഖൈർ നൽകണേ അല്ലാ. ഇത്തരം വെളിച്ചങ്ങൾക്ക് ആരൊക്കെ കാരണമായോ ഈ ഇസ്ലാമിക് സെന്ററിന്റെയും സുന്നി സെന്ററിന്റെയും ഒക്കെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഒക്കെ രണ്ട് ലോകത്തും ഖൈർ നൽകണേ അല്ലാ. ഇത്തരം മജ്ലിസുകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന, പുറത്തെവിടെയും പ്രത്യക്ഷപ്പെടാതെ ഒരിക്കലും മറ്റു പ്രശസ്തിക്ക് വേണ്ടി ഒന്നുമല്ലാതെ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവേ, അവരുടെ കാര്യങ്ങൾക്ക് ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഗതികേട് വരുത്തല്ലേ അല്ലാ. അവർക്ക് രണ്ട് ലോകത്തും ഖൈർ നൽകണേ അല്ലാ. അവരെ പോലെ ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നന്മകൾ നിന്നോട് ചോദിച്ചുവോ ആ നന്മകളൊക്കെയും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അവിടെ നിന്തൊക്കെ തിന്മയിൽ നിന്ന് കാവൽ ചോദിച്ചുവോ അതിൽ നിന്നുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സിഹ്ർ, ഹസദ്, ഐന് തുടങ്ങിയ എല്ലാ ബലാ മുസീബത്തിൽ നിന്നും കാക്കണേ അല്ലാ. നിന്റെ ഹിഫ്ദും ഹിമായത്തും ഞങ്ങൾക്ക് തരണേ അല്ലാ. ദീനിന് വേണ്ടി, ഇൽമിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ. അത് കാരണമായി നാളെ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് ഞങ്ങൾ അർഹരാക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം വിശുദ്ധമായ ഒരു ഹറമുകളിലും പോകാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഉംറ ഉദ്ദേശിച്ച സഹോദരങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്കൊക്കെയും അത്തരം യാത്രകൾ ജീവിതത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിലും ജോലിയിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ബർക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും തരണേ അല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാത്ത മനസ്സിൽ ഉദ്ദേശങ്ങൾ സൂക്ഷിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നിനക്കറിയാം. എന്ത് വിട്ടുപോയാലും റബ്ബേ നിനക്കറിയാമല്ലോ. ആ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം برحمتك نستغيث يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم. اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم ارزقنا ومن ماتوا منا شفاعة حبيبك سيدنا محمد صلى الله عليه وسلم. اللهم احشرنا وإياهم تحت لواء حبيبك سيدنا محمد صلى الله عليه وسلم. اللهم اسقنا وإياهم من حوض حبيبك سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا وإياهم من خيار أمة حبيبك سيدنا محمد صلى الله عليه وسلم. اللهم اجمع بيننا وبينهم في جنتك الفردوس مع حبيبك سيدنا محمد صلى الله عليه وسلم. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.